എന്തായാലും ഇതിപ്പോ എന്താ വില വരുന്നത്? ഇത് നമ്മൾ 11.5 ഉറുപ്പ്യാണ്. 2016 G4 എൻഒസിയിലല്ലാന്ന് ആലോചിക്കണം. ഈ എൻഒസിന്റെ കച്ചവടം പടല്ല, അതൊക്കെ എൻഒസിയിൽ എല്ലാവരും ചോദിച്ചും 11. ഇത് 2010 ഫുൾ പേപ്പർ വണ്ടി. ഒറ്റ വില നമ്മൾ പറയുള്ളൂ. ഇതിൽ ബാർഗനിങ് ഉണ്ടാവരുത്. ഒറ്റ വില 6,75,000 ഉറുപ്പ്യ. 6,75,000 ഉറുപ്പ്യക്ക് 100 മോട്ടോഴ്സിൽ മാത്രമേ 2010 കേരള വണ്ടിയാണ് കൊടുക്കുന്നത്. ടയോട്ടയിൽ കൊണ്ടുപോയി വില നമ്മൾ ഒറ്റ വില ഇതിന് പറയുള്ളൂ. 12 ഉറുപ്പ്യക്ക് നമുക്ക് 17 വണ്ടി കൊടുക്കാം. 12 ലക്ഷം ഉറുപ്പ്യക്ക് KL ആയ വണ്ടി. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഫുൾ ലോണും കയറൂലേ? അത് പ്രൊഫൈൽ ഉള്ളവർക്കാണ് എന്ത് ചെയ്യാ. ഇതിന്റെ വില നമ്മൾ 8 ലക്ഷം ഉറുപ്പ്യ നമുക്ക് ഒരു 7.25 ഉറുപ്പ്യ കൊടുക്കാം. 11 വണ്ടി 2011 4x4 മാനുവൽ വണ്ടി. കിലോമീറ്റർ 65,000 കിലോമീറ്റർ. ജെന്യൂൻ കിലോമീറ്റർ, 0 ക്ലെയിം. ഇത് നമ്മള് 12 ഉറുപ്പ്യാണ്. ന്യായമായിട്ട് എന്തെങ്കിലും കുറച്ച് കൊടുക്കും. അതായത് 12 ലക്ഷം രൂപയ്ക്ക് ഇപ്പൊ 2-3 വണ്ടിയായി. 11 ലക്ഷം രൂപയ്ക്കും വേറെ വണ്ടി. അതെ. ഇത് 2018 വണ്ടിയാ. 18 തന്നെയാ. G4 അല്ലേ? G4 എന്താ വില? ഇത് 13.5 ഉറുപ്പ്യാണ്. നമുക്ക് എന്താ ചെയ്യാ, ഒരു 13 ഉറുപ്പ്യ കൊടുക്കാം. 18 G4 ഇതാ 1, 2, പിന്നെ 3, 4, 4-5 വണ്ടി ഉണ്ട്. ശരിക്കും നമ്മുടെ കേരളത്തിൽ തന്നെ 100 മോട്ടോഴ്സ് പോലെ വാഹനങ്ങൾ സെയിൽ ചെയ്യുന്ന മറ്റൊരു ഷോറൂം ഇല്ല എന്ന് തന്നെ പറയാം. അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് കയറിയാൽ ടൊയോട്ട മയമാണ് കേട്ടോ. എവിടെ നോക്കിയാലും ടൊയോട്ടയേ ഉള്ളൂ. ക്രിസ്റ്റ വേണമെങ്കിൽ ക്രിസ്റ്റ ഉണ്ട്, ഇന്നോവ ഉണ്ട്, അതുപോലെ തന്നെ ഫോർച്യൂണർ ഉണ്ട്, അതുപോലെ തന്നെ ടൊയോട്ടയുടെ ഒരുവിധം വണ്ടികളെല്ലാം ഇവരുടെ അടുത്ത് എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവും. അത് മാത്രമല്ല ഉള്ളതെല്ലാം ഒരു 10, 15, 20 എണ്ണം വെച്ച് സ്റ്റോക്ക് ഉണ്ടാവും കേട്ടോ. നിലവിലിപ്പോൾ ഇവിടെ സാധാ ഇന്നോവ മാത്രം ഒരു 10-40 വണ്ടിയുണ്ട്, ക്രിസ്റ്റ മാത്രമുണ്ട് ഒരു 10-35 വണ്ടിയുണ്ട്, അതുപോലെ തന്നെ ഒരു 8-10 എണ്ണം ഫോർച്യൂണർ ഉണ്ട്. പിന്നെ എക്സ്ചേഞ്ച് ഒക്കെ വന്ന 1-2 ചെറിയ വണ്ടികളൊക്കെ ഇവിടെ വേറെ ഉള്ളൂ കേട്ടോ. അതായത് നിങ്ങളൊരു ടൊയോട്ടയുടെ വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളിപ്പോൾ ഇവിടെ വന്നിട്ട് തന്നെ എടുത്തോളാം എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷേ നിങ്ങളിവിടെ വന്ന് നോക്കാതെ പോകരുത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, കേരളത്തിൽ ഇത്രയധികം ടൊയോട്ടയുടെ വണ്ടികൾ വിളിക്കുന്ന മറ്റൊരു ഷോറൂം ഇല്ല എന്ന് ഉറപ്പായിട്ടും പറയാൻ പറ്റും. കാരണം നമ്മളെല്ലായിടത്തും പോകുന്നതുകൊണ്ട് നമുക്കറിയാം, ചിലപ്പോൾ 5-10 ഒക്കെ ഉണ്ടാവും പലയിടത്തും. പക്ഷേ ഇത്രയധികം നമ്പർ ഓഫ് വണ്ടികൾ ഇവരുടെ അടുത്ത് മാത്രമേ എന്തായാലും ഉള്ളൂ. അപ്പോൾ ഇവരുടെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലാണ്. മലപ്പുറം ജില്ലയിൽ മോങ്ങത്താണ് കേട്ടോ. മോങ്ങ് എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ കോഴിക്കോട് പാലക്കാട് നാഷണൽ ഹൈവേയിൽ ആണ് മോങ്ങ് എന്ന് പറഞ്ഞ സ്ഥലം വരുന്നത്. ആ ഹൈവേ സൈഡിൽ തന്നെയാണ് ഷോറൂം വരുന്നത്. ശരിക്കും ഇവരുടെ ബ്രാൻഡ് നമുക്കറിയായിരുന്നു. പണ്ട് നമ്മൾ റെഡ് ബെൽ യൂസ്ഡ് കാർസ് ആയിരുന്നു. അതൊന്ന് റീബ്രാൻഡ് ചെയ്തിട്ട് 100 മോട്ടോഴ്സിലേക്കായി. അറിയാത്തവർക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും ജസ്റ്റ് വരിക, വന്നിട്ട് ഇവിടെ കിടക്കുന്ന വണ്ടികളൊക്കെ ഒന്ന് കാണുക, എന്താണ് അവസ്ഥ എന്നൊക്കെ നോക്കുക. നല്ലോണം ചെക്ക് ചെയ്തെടുത്താൽ മതി. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തെങ്കിലുമൊക്കെ കംപ്ലൈൻറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത് നല്ലോണം നോക്കുക. പൈസ മുടക്കുന്നത് നിങ്ങളാകുമ്പോൾ അതിനനുസരിച്ച് നോക്കിയിട്ട് എടുക്കാവുള്ളൂ. ഇപ്പോൾ എനിക്കിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് പലരും പറയും നമ്മൾ അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു എന്നൊക്കെ പറയും. ഇപ്പോൾ ഇവിടെ കിടക്കുന്ന ഒരു വണ്ടികളിൽ പോലും ഒരു സിംഗിൾ സ്ക്രാച്ചോ ഡെൻറ്റോ തട്ടമുട്ടോ ഒന്നുമില്ല. നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. പക്ഷേ അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ വന്നിട്ട് ചെക്ക് ചെയ്ത് മാത്രം എടുക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അത് മാത്രം ചെയ്താൽ മതി. പിന്നെ ഇഷ്ടപ്പെട്ട ലൈക്കൊക്കെ ചെയ്തേ കേട്ടോ. നേരെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ എന്തായാലും ഞാൻ നിങ്ങളോട് ഇൻട്രോയിൽ പറഞ്ഞ പോലെ ഞാൻ ചുമ്മാ തള്ളാൻ പറഞ്ഞല്ല കേട്ടോ. ഈ കാണുന്നത് നിങ്ങൾ നോക്കിക്കോ. ടെസ്റ്റ് എടുക്കാൻ വരുന്നവർക്ക് ഇവിടെ വന്നാൽ തപ്പി വട്ടായി പോകും. നൂർദീൻകാ, അതെ എന്താണ് നമ്മുടെ അവസ്ഥകൾ? എന്താണ്? വളരെ ഉഷാറാണ്. നമ്മളെ അവസ്ഥ ഉഷാറാണ്. നമ്മളെ ബാക്കിയുള്ള ആളുകളെ ചിന്തിക്കുമ്പോൾ നമുക്കൊരു വിഷമമുള്ളൂ. അത് നോക്കേണ്ട സാഹചര്യങ്ങളാണല്ലോ. സാഹചര്യങ്ങൾ നമ്മൾ എല്ലാ സാഹചര്യവും നമ്മൾ എന്ത് ചെയ്യണം, തരണം ചെയ്യാൻ നമ്മളോട് കഴിഞ്ഞിരിക്കണം. പിന്നെ നോമ്പൊക്കെ ആയതുകൊണ്ട് ക്ഷീണം അല്ലേ? നോമ്പിന് ക്ഷീണമല്ല ഞാൻ പറ്റില്ലല്ലോ. നല്ല ക്ലൈമറ്റ്, നല്ല ചൂടാണ്. പിന്നെ എനിക്കറിയാലോ ഇപ്പോഴത്തെ സാഹചര്യങ്ങളാണ് നമ്മൾ വലിയൊരു വിഷയം. നിലവിൽ ഇപ്പൊ നമ്മുടെ അടുത്ത് ടൊയോട്ടയുടെ വണ്ടികൾ മാത്രം ഒരു 100+ വണ്ടി അതുണ്ട്. വണ്ടി ഇഷ്ടം പോലെ നമ്മളെ കയ്യിലുണ്ട്. ഇപ്പൊ എന്താ നിങ്ങൾ ടൊയോട്ടയുടെ ഇന്നോവ ആട്ടെ, ക്രിസ്റ്റ ആട്ടെ, ഫോർച്യൂണർ ആട്ടെ, ഈ സാധനം ഇപ്പൊ നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇൻട്രോയിൽ ഞാൻ പറഞ്ഞേ, കേരളത്തിൽ ഇതുപോലത്തെ ഷോറൂം ഇത് ഇല്ല. അങ്ങനെ ഞാൻ പറയില്ല. അതായത് ഒരുപാട് ഉണ്ടാവും. ഇത്രയും ടൊയോട്ട വണ്ടി ഉൾക്കൊള്ളിച്ചിട്ടുള്ള മറ്റൊരു ഷോറൂം. അതെ. നമ്മളെ മെയിൻ ബ്രാൻഡ് അതാണ്. അങ്ങനെ ഉണ്ടല്ലോ. അലിയാര പേരക്കുട്ടികൾ നമ്മൾ മുൻ വീഡിയോയിലൊക്കെ പറയുന്ന മാതിരി നമുക്ക് ഇതൊരു വൈബാ. നമ്മൾ ടെൻഷൻ കുറവാ, ചോറല്ല. മറ്റെന്താ ഒന്നും ചോറയും ചീരാ പോയിട്ട് മനസ്സിൽ വലിയ ബുദ്ധിമുട്ടായി. ഇതാകുമ്പോൾ വലിയൊരു പ്രശ്നം. ഏത് മസാലപ്പിടി പോയി കിട്ടുന്ന സാധനമാണല്ലോ ടൊയോട്ടന്റെ പാർട്സ് തരുന്നത്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു സുഖം. അതെ. ഇപ്പൊ നമ്മൾ ഈ കാണിക്കാൻ പോകുന്ന വണ്ടികളൊക്കെ അത്യാവശ്യം നല്ല, ഞാൻ പറഞ്ഞല്ലോ, നീറ്റ് ആൻഡ് ക്വാളിറ്റിയാണ് നിലവിൽ കാണുമ്പോൾ. പക്ഷെ നല്ലോണം ചെക്ക് ചെയ്ത് മാത്രം എടുത്താൽ നമ്മൾ എല്ലാവരോടും പറയുന്ന സംഗതി എന്താ, ഒരു മനുഷ്യൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഓന്റെ വയർപ്പിന്റെ ഫലമാണ് ഓരോ വാഹനങ്ങളും. അങ്ങനെ ഉണ്ടല്ലോ. അപ്പൊ വരുന്ന ആളുകൾ 100 വട്ടം കൊണ്ടുപോയി ചെക്ക് ചെയ്യിച്ചിട്ട് എല്ലാ സൗകര്യവും നമ്മൾ കൊടുക്കും. അതൊക്കെ എന്താ, അതിനൊന്നും നമ്മളൊരു വിട്ടുവീഴ്ച ചെയ്യൂല. മാസ്റ്റർ പീസ് ആയിട്ട് ഉണ്ടോ? അതായത് പകുതി പൈസ കൊണ്ടുപോകാൻ പറ്റുമോ? അത് എല്ലാ വീഡിയോയിലും നമ്മൾ പറയുന്നുണ്ട്. ഇപ്പൊ ഈ വണ്ടി 10 ലക്ഷം റുപ്യ, 5 ലക്ഷം റുപ്യ എന്ന ഈ വണ്ടി ഞാൻ കൊടുക്കും. ഓൻ കറക്റ്റ് ഡേറ്റിന് 15ാമത്തെ ദിവസം ഞാൻ ലോൺ ആയാലും ഇല്ലെങ്കിൽ എന്നെ പിരിക്കേണ്ടി വരും. ആളെ നമ്മൾ കാണുമ്പോൾ ഒരു ബോധ്യപ്പെടലുണ്ടല്ലോ. അങ്ങനത്തെ ആളുകൾക്ക് നമ്മൾ വണ്ടി കൊടുക്കും. അതിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത്, ഇപ്പൊ എടുത്തുകൊണ്ട് പോകുന്ന ഒരു വണ്ടിക്ക് എന്തെങ്കിലും മേജർ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ മേജറിഞ്ഞ് എടുത്ത് കൊണ്ടുപോയാലും മേജർ എന്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിലും നമ്മൾ പരിഹരിച്ചിരിക്കും. കാരണം ആ ഒരു വണ്ടിമ മാത്രം നമുക്ക് ഈ കച്ചവടം അവസാനിപ്പിക്കാൻ പറ്റൂലല്ലോ. എന്ത് ധൈര്യം കൊടുക്കുക, എത്ര ഇതിലൊക്കെ പറ്റുള്ളൂ. ഇന്നാ തന്നെ അറിയാലോ, ചെറിയ പനിയും തലവേദനയൊക്കെ എന്തായാലും ഉണ്ടാവും. സെക്കൻഡ് ഹാൻഡ് എന്നാണല്ലോ ഇതിന്റെ പേര്. അപ്പൊ അതൊന്നും നമ്മൾ എന്ത് ചെയ്യാം. എനിക്ക് തോന്നുന്നു കേരളത്തില്
പിന്നെ ഒരു ഡീലറും ഈ പറഞ്ഞൊരു ഓഫർ ഇതുവരെ ചെയ്തിട്ടില്ല. അല്ല അങ്ങനെയൊക്കെ കൊടുക്കണം ജോ. ഞാൻ പറഞ്ഞില്ല നമ്മളൊക്കെ ചെറുതായി വലുതായോല ആരും ഒറ്റടിക്ക് എന്താ ആരും ഒറ്റടിക്ക് എം എ യൂസുഫ് അലി ഒന്നും ആവൂല. മനുഷ്യന്മാര് ചെറുതായിട്ട് തന്നെയാണ് എന്തെങ്കിലും വലുതാവല്. അപ്പൊ നമ്മളാ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് ഇതൊക്കെ സാധാരണക്കാരാണ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യണം. എനിക്കറിയാലോ, അല്ലാതെ വലിയ വലിയ മുതലാളിമാര് നമ്മളെ അടുത്തേക്ക് വരൂല. അപ്പൊ നമ്മൾ മാന്യമായിട്ട് നമ്മൾ പരിഗണിച്ചെങ്കിൽ എന്ത് ചെയ്യുള്ളൂ, നമുക്കൊരു വിജയം ഉണ്ടാവുള്ളൂ. ഒരു വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നവര് ഇവിടെ വരിക. ടയോട്ടയുടെ ഒരു വണ്ടി നിങ്ങൾക്ക് ഇന്നോവയും ക്രിസ്റ്റയും ഫോർച്യൂണർ ഒക്കെ വേണമെങ്കിൽ ഇന്റെ വിളിച്ചോളി, ഇങ്ങോട്ട് വന്നോളി. ഏതെങ്കിലും നല്ലൊരു വണ്ടി ഞാൻ കൊടുത്തിരിക്കും. അത്ര നമുക്ക് അതിൽ പറയാൻ ഫോർച്യൂണർ മോഡൽ കൂടിയ വണ്ടിയാണ്. 2014 വണ്ടിയാണിത്. 14 നല്ല അടിപൊളി ഇന്റീരിയർ സീറ്റ് കവറുകളൊക്കെ മാറ്റി ചെയ്താണ്. ആൻഡ്രോയിഡ് ഉണ്ട്, അതുപോലെ തന്നെ മോശമൊന്നും ഇല്ലാത്ത നല്ല കണ്ടീഷൻ അല്ലേ. 2015 കേട്ടോ ജോ, സോറി 2015 വണ്ടി. 15 ടൂ വീൽ ഓട്ടോമാറ്റിക്. 15 ടൂ വീൽ ഓട്ടോമാറ്റിക് സെക്കൻഡ് ഓണറിലുള്ള KL 72 എന്റെ നാട്ടിലെ വണ്ടിയാണ്. മാനന്തവാടി. മോശമൊന്നുമില്ല. പിന്നെ റീപ്ലേസ് മേജർ ആക്സിഡന്റ് ഒരു റീപ്ലേസും ഇല്ല. മേജർ ആയിട്ട് ഒരു ബമ്പറും ഹെഡ്ലൈറ്റും ഇതൊന്നും പറയാം. നമ്മൾ അങ്ങനെ പറയുമ്പോൾ ആൾക്കാർ കമന്റ് വിടാം, വെച്ച് നോക്കണം. എന്തായാലും ഒരു ബമ്പറും ഹെഡ്ലൈറ്റും മാറിയാണ്. 1,60,000 കിലോമീറ്റർ പ്രോപ്പർ സർവീസും ഉണ്ട്. ഗ്യാരണ്ടി. ടയോട്ടയിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്തിട്ട് പൈസ തന്നാൽ മതി. ഇത് 15-15 ചോദിക്കല്. നമുക്ക് ഒറ്റ വില പറയുള്ളൂ. കൊടുക്കണം എന്ന് വിചാരിച്ചിട്ടുള്ള പെരുന്നാളൊക്കെ 14,50,000 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം. 15 ടൂ വീൽ ഓട്ടോമാറ്റിക് വണ്ടി 14.5 ലക്ഷം രൂപയ്ക്ക് ഒരു 10-13 ലോൺ സുഖമായിട്ട് കിട്ടും. പിന്നെ വേറെ കേസ് ഉണ്ട്, 14-15 ആയതുകൊണ്ട് വർഷങ്ങളൊക്കെ കുറഞ്ഞ ലോൺ കിട്ടുള്ളൂ അല്ലേ. അല്ല മാക്സിമം. അതെ, അത് നമ്മൾ ആരും പ്രോത്സാഹിപ്പിക്കലില്ല ഇതിന്. പിന്നെ സാഹചര്യങ്ങളാണല്ലോ ഇതൊക്കെ. ഇപ്പൊ ഉള്ളവൻ എന്തായാലും സ്വാഭാവികമായിട്ട് ഇപ്പൊ പറയുമ്പോൾ ഒരു 17 ശേഷമുള്ള വണ്ടിയൊക്കെ എടുത്താലേ ഒരു 5 വർഷമെങ്കിലും ലോൺ കിട്ടും. അതെ. അല്ല 15 തൊട്ട് 4 കൊല്ലം കിട്ടും. 4 കൊല്ലല്ലേ ഉള്ളൂ. 10 ലക്ഷം രൂപയ്ക്ക് 4 കൊല്ലത്തെ കിട്ടാൻ പൈസ എത്ര വരും? അല്ല അത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് എന്താ ചെയ്യാ, ടോപ്പ് അപ്പ് ചെയ്യാൻ കഴിയുമല്ലോ. ഒരു കൊല്ലം കറക്റ്റ് അടച്ചു മാക്സിമം ലോൺ കുറയ്ക്കുക. അതെ. നമ്മൾ ഒരാളെയും പ്രോത്സാഹിപ്പിക്കൂല. എന്തായാലും അവനവൻ അധ്വാനിക്കുന്ന പൈസ ബാങ്കുകാർക്ക് കൊടുക്കണം എന്ന് ഞാൻ ഒരിക്കലും പറയും. 14 വണ്ടി നിങ്ങൾക്ക് നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി. 15 വണ്ടി ടൂ വീൽ ഓട്ടോമാറ്റിക് 14 ലക്ഷം പോട്ടെ 14,000 രൂപയ്ക്കാണ് കൊടുക്കും. നമ്മൾ പെരുന്നാളിന്റെ മുമ്പ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 14,000 കൊടുക്കുക. ഈ ടൈപ്പ് 1 ആണെങ്കിലോ? ടൈപ്പ് 1 2011 ആണ്. ഞാൻ 11 അല്ലേ? 11 സ്റ്റോക്ക് കണ്ടീഷനിലുള്ള വണ്ടി. റീവണ്ടി. അതെ. അതിന്റെ ഇന്റീരിയർ ഒക്കെ ആണെങ്കിലും സീറ്റ് ഇതൊക്കെ ഇപ്പൊ നിലവിൽ വന്ന കണ്ടീഷൻ അല്ലേ? അതെ, വന്ന കണ്ടീഷൻ. ആ ഒറിജിനാലിറ്റി ഇതുവരെ വണ്ടി നഷ്ടപ്പെടുത്തിയിട്ടില്ല. ആ ഗ്രില്ല്, ആ ഹെഡ്ലൈറ്റ്, ആ സംവിധാനങ്ങളൊക്കെ കറക്റ്റിലുള്ളത്. അത്യാവശ്യം ഇപ്പൊ പറയുമ്പോ ഇതിൽ കാര്യമായ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല അല്ലേ? എങ്ങനെ? അല്ല, കാര്യമായ ഒരു വിഷയമൊന്നും ഇല്ല വണ്ടി. അല്ല, വണ്ടി 2011 അപേക്ഷിച്ച് നല്ല വണ്ടിയാണ്. അതായത് 4 വീൽ മാനുവൽ അല്ലേ? ആ 4x4 മാനുവൽ 11 ഉള്ളല്ലോ. അതെ. അപാകത വേറെ ഒന്നുമില്ല. ഒരു അപാകതയില്ല. മെയിൻ ഗ്ലാസ് അടക്കം കറക്റ്റ്. അല്ല സോറി, മെയിൻ ഗ്ലാസ് 22 ആണ്. അത് പറഞ്ഞ് 22 മാറിയത്. ടയോട്ടന്റെ ഒറിജിനൽ ഗ്ലാസ് തന്നെയാണ്. ഷോറൂമിൽ തന്നെ മാറിയതോ. ശരി. ഇതിപ്പോ 11 വണ്ടിയാന്ന് പറഞ്ഞു. നമ്മൾ പേപ്പർ എടുത്തല്ലേ കൊടുക്കുള്ളൂ? പേപ്പർ അല്ല, ഈ കൊല്ലം 10ാം മാസം വരെ സമയമുണ്ട്. പിന്നെ ആൾക്കാർ ഇങ്ങനെ പോത്താമ്പി പറഞ്ഞ് പേടിപ്പിച്ചു. അങ്ങനെ ഇതിപ്പോ നിലവിൽ റീ ആക്കിയതാ. 2,500 രൂപ മതി ഒരു വണ്ടി റിന്യൂവൽ ചെയ്യാൻ. അത് കേരളത്തിൽ എവിടെ ആയാലും ഇന്നോവ ആട്ടെ, ക്രിസ്റ്റ ആട്ടെ, ഫോർച്യൂണർ ആട്ടെ, ഫസ്റ്റിലെ റിന്യൂവലിന് 2,500 രൂപ സർക്കാരിന് കൊടുക്കേണ്ടതുള്ളൂ. പിന്നെ രണ്ടാമത്തെ റിന്യൂവലിനാണ് ഇതിന് 11,000 8,000 ഒക്കെ വരുന്നത്. ആൾക്കാർ പോത്താമ്പിയാണോ 50,000 എന്നൊക്കെ പറയും. അല്ല, ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ നമ്മൾ ഇത് പേപ്പർ ആക്കിയോ കേരളത്തിൽ? ഇത് ഓൾറെഡി KL 10 വണ്ടി. അങ്ങനെ ചോദിക്കരുത്. ജാവാത്തൊരു കച്ചവടം ഞാൻ ചെയ്യൂല. HR, ഡൽഹി, ഗുജറാത്ത്, UP, കർണാടക, TS ഇതൊക്കെ എന്റെ കയ്യിലുണ്ട്. പക്ഷേ ഞാൻ KL വണ്ടി കൊടുക്കും. ഇതിന്റെ വില കൂടി പറയുന്നത്. ഇതിന്റെ വില നമ്മൾ 8 ലക്ഷം രൂപയാണ്. നമുക്ക് ഒരു 7.25 രൂപ കൊടുക്കാം. 11 വണ്ടി 2011 4x4 മാനുവൽ വണ്ടി 7,70,000. നല്ല പ്രൈസ് ആണ്. ഒരു സ്വിഫ്റ്റ് എടുക്കുന്ന പൈസക്ക്. അതെ. പിന്നെ വേറെ കേസ് ഉണ്ട്. ഇനി കുറച്ച് പെട്ടെന്ന് ഇവിടെ പറഞ്ഞു. അതേപോലെ ഇത് നമ്മൾ കാണാത്തൊരു സാധനമാണ്. ഇത് കാണാത്തൊരു കളറാണ്. ഇത് ശരി കമ്പനി ഇറക്കിയത് തന്നെ. കമ്പനി ഇറക്കിയതാവൂല എന്നുള്ളതാണ്. ഇതൊക്കെ ഓരോരുത്തർക്ക് ഓരോ കമ്പാണല്ലോ. ചിലവർക്ക് മഞ്ഞ അടിക്കണം, ചിലവർക്ക് പച്ച അടിക്കണം, ചിലവർക്ക് ചോപ്പ് അടിക്കണം. ഇന്ത്യയിൽ സീറ്റ് എന്തായാലും മുതലാട്ടോ. സീറ്റ് അല്ല, ഇത് 7 സീറ്റ് ഒക്കെ ആക്കിയിട്ട് സാധാരണ ഫോർച്യൂണർ 8 സീറ്റേ വരലുള്ളൂ. 7 സീറ്റ് ഒക്കെ ആക്കിയിട്ട് നല്ല പണിത വണ്ടിയാണ്. ഇത് 2010 പുതിയ പേപ്പർ 2030 വരെ പേപ്പർ. അതെ. അത് മാത്രമല്ല ഇത് 2 വീൽ അല്ല 4 വീൽ 4x4 മാനുവൽ. അതെ. നല്ല വൃത്തിയുണ്ട് വണ്ടി കാണാനും. ഒന്ന് പോളിഷ് ചെയ്ത് അടിപൊളിയാവും. അതെ. അത് വെറൈറ്റി ഒരു കളർ അല്ലേ? ഇത് എന്താ നമ്മൾ പറയാം, നമ്മളെ ഗ്രേപ്പ് കളർ അല്ലെങ്കിൽ പിന്നെ അങ്ങനെ ഒരു വെറൈറ്റി കളർ. നമുക്ക് വിലയോ? ഇത് 2010 ഫുൾ പേപ്പർ വണ്ടി. ഒറ്റ വില നമ്മൾ പറയുള്ളൂ. ഇതിൽ ബാർഗനിങ് ഉണ്ടാവരുത്. ഒറ്റ വില 6,75,000 രൂപ. 6,75,000 രൂപയ്ക്ക് 100 മോട്ടോഴ്സിൽ മാത്രമേ 2010 കേരള വണ്ടിയാണ് കൊടുക്കുന്നത്. ടയോട്ടയിൽ കൊണ്ടുപോയി ഒറിജിനൽ കേരള വണ്ടി ടയോട്ടയിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്തിട്ട് പൈസയും തന്നാൽ മതി. 6,70,000 രൂപയ്ക്ക് നിങ്ങൾക്ക് വേറെ എവിടെയും കിട്ടും എനിക്ക് തോന്നുന്നില്ല. ആ ക്വാളിറ്റി ഉള്ള വണ്ടി നിങ്ങൾ നോക്കിയോ. അതുപോലെ തന്നെ ഇതാണെങ്കിലോ? ഇതുപോലെ തന്നെ ഞാൻ 2012 തന്നെയാണ് 4x4 മാനുവൽ തന്നെ. 12 മോഡൽ 4x4 മാനുവൽ അല്ലേ? അതെ. കിലോമീറ്ററോ അറിയോ? കിലോമീറ്റർ ഇതിനകത്തുള്ള 256. നല്ല ഇതിന്റെ മറ്റേ സ്റ്റിയറിംഗ് ഒക്കെ ആണെങ്കിലും ഇന്ത്യയിൽ നല്ല വൃത്തിയുണ്ട്. ഇത് 4x4 മാനുവൽ അല്ല, ഇത് 2 വീൽ ഓട്ടോമാറ്റിക്കാ. മോഡൽ മാറിപ്പോയി. 12 അല്ല. അപ്പോൾ
അല്ലേ 2 വീലല്ലേ ഇത്? അത് ബാക്കിലാണ് മോനെ സിൽവർ. സോറി ഇതിപ്പോ മോഡൽ ഏതാ? ഇത് 2012 വണ്ടി. 12 2 വീൽ ഓട്ടോമാറ്റിക്. 12 2 വീൽ ഓട്ടോമാറ്റിക് 240 ഒറിജിനൽ കേരള വണ്ടി. ഒറിജിനൽ കേരള അല്ലേ? ഒന്നാമത് ഈ വണ്ടി ഇന്നലെ വന്നിട്ടുള്ളൂ. അപ്പൊ ഞാൻ ആ 4x4 ഓർമ്മയിൽ പറഞ്ഞത്. മാത്രമല്ല അത് ഒന്നും ചെയ്തില്ല, അങ്ങനെ അല്ല ഒന്നും ചെയ്യാനൊന്നുമില്ല, കറക്റ്റ് സർവീസ് ഉള്ള വണ്ടിയാ. പിന്നെ അപാകത ഉണ്ട്, അതായത് മേജർ അല്ലാത്ത ഷോറൂം എന്നുള്ള ക്ലെയിം ഇതിന്റെ ഹിസ്റ്ററി നമ്മുടെ കയ്യിലുണ്ട്. അതായത് ബമ്പർ, റേഡിയേറ്റർ, ഹെഡ്ലൈറ്റ് ഇങ്ങനെ ഒരുപാട് ഒന്നായിട്ട് അടിച്ച് തൂഫാനായ കേസൊന്നല്ല. ചെറിയ ഷോറൂം ക്ലെയിം ഉണ്ട് എന്ന് പറഞ്ഞാൽ മതി. നമ്മൾ ഒരു ഷോറൂം കൊണ്ട് ചെക്ക് ചെയ്തിട്ട് പൈസ തന്നാൽ മതിയല്ലോ. അതുപോലെ തന്നെ ഈ ടയർ ഉണ്ടെങ്കിൽ ടയർ 4 പുതിയതാണ്. വണ്ടി കറക്റ്റ് സർവീസ്. ഒരു 4 കൂടി വണ്ടി ഉണ്ട് നമുക്ക് പറയാൻ കഴിയൂല. വില എത്രയ്ക്ക് വരും? വില നമുക്ക് 12 റുപ്യാണ്. ഒരു കാര്യം ചെയ്തോ, നമുക്കൊരു 11 റുപ്യക്കാണ് കൊടുക്കാം. 11 ലക്ഷം രൂപയ്ക്ക് 2012 ഒറിജിനൽ കേരള വണ്ടി. ഒറിജിനൽ കേരള 2 വീൽ ഓട്ടോമാറ്റിക് വണ്ടി. അടിപൊളി, മോശമൊന്നുമില്ല കേട്ടോ. അത് വേണമെങ്കിൽ നോക്കിയിട്ട് എടുത്തോളൂ. മാക്സിമം നിങ്ങൾ ലോണൊക്കെ കയറ്റുന്നു. അപ്പൊ നമുക്ക് ഈ വൈറ്റ് കുറച്ച് ക്രിസ്റ്റകൾ കാണിച്ചു തരാം. ഈ വൈറ്റ് ഏതാ മോഡൽ? ഇത് 2017 വി ഓപ്ഷനിൽ വരുന്ന ക്രിസ്റ്റ. 17 വി ആണ്, മാനുവൽ ആണ്, ഒറിജിനൽ കേരള വണ്ടി. ഒറിജിനൽ കേരളയാണ്. 1,65,000 കിലോമീറ്റർ പ്രോപ്പർ സർവീസ് ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കും വണ്ടിയൊക്കെ. 1.65 അല്ലേ? അതെ. അത്യാവശ്യം എന്താ പറയാ, ഒരു ഷോറൂം കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഒട്ടും കൂടുതലല്ല, നല്ല നീറ്റായിട്ട് തന്നെ നിൽക്കുന്നത്. ടയർ ഭാഗങ്ങൾ അത്യാവശ്യം ഉണ്ട്, എല്ലാ ഭാഗവും A to Z വണ്ടി. എന്താ പറയാ, സീൽ ടു സീൽ വണ്ടി തന്നെ പറയാം. ശരി. ഇതിപ്പോ ഒരു റീപ്ലേസ് ഇല്ല? ഒരു റീപ്ലേസ് ഇല്ല, ഫ്രീ ആയിട്ട് വണ്ടി കൊടുക്കും. മേജർ എന്ത് റീപ്ലേസ് പറഞ്ഞാലോ. എന്താ വില? ഇത് 2017 കേരള വണ്ടി 10,000 റുപ്യന്റെ വണ്ടിയാണ്. മാന്യമായിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്ത് കൊടുക്കാം. 17,50,000 ആസ്കിംഗ് ആണ്, നെഗോഷ്യബിൾ ആണ്. അതെ. എല്ലാം നമ്മൾ പറയുന്നതൊക്കെ വെറുതെ അല്ല. ഇതൊക്കെ എന്താ പറയാ, ആളുകൾ വരുമ്പോ ഓല കയ്യിൽ ഇപ്പൊ 25 റുപ്യ നമ്മളെന്താ പറയുക, ഏതൊരു സംഗതിയിലും ആദ്യം 1 ലക്ഷം കിട്ടുമോ നോക്കും, ഇല്ലെങ്കിൽ 75 ഇട്ട് നോക്കും, ഇല്ലെങ്കിൽ 50 കിട്ടു നോക്കും, ലാസ്റ്റ് കെട്ട 25 ഇട്ടാതപ്പോ എന്തായാലും പണി എടുക്കൂലെന്ന് പറഞ്ഞു എനിക്കൊക്കെ തിരിയും. അപ്പൊ നമ്മളെന്താ പറയുക, കഴിഞ്ഞ മാതിരിയൊക്കെ ചെയ്ത് കൊടുക്കും. അപ്പൊ അത് നോക്കണ്ട. അടുത്തത് ഇതാണെങ്കിലോ? ഇത് 2016 വണ്ടി. 16 മോഡല്. ഇത് സെഡ് മാനുവൽ. 16 മോഡല് ഒറിജിനൽ കേരള വണ്ടി. സെഡ് മാനുവൽ കേരള വണ്ടി തന്നെയല്ലേ? ഒറിജിനൽ കേരള വണ്ടി. അടിപൊളി. 16 മോഡല്. 17 രജിസ്ട്രേഷൻ ഉണ്ടോ? 17 രജിസ്ട്രേഷൻ ഉണ്ട്. 16 മോഡല്. പിന്നെ സെക്കൻഡ് ഓണർഷിപ്പ് ഉള്ള സെഡ് വി നമ്മൾ അധികം അങ്ങനെ കാണാറില്ല അല്ലേ? സെഡ് മാനുവൽ റയർ ആണ് വണ്ടി. അതെ, പക്ഷെ നല്ല വൃത്തിയുണ്ട് കേട്ടോ വണ്ടി. നല്ല ബ്രൗൺ കളർ വന്നാ കണ്ടീഷൻ അല്ലേ? ഇനി ഫേസ് ലിഫ്റ്റോ കാര്യങ്ങളൊക്കെ വണ്ടികൾക്ക് നമുക്ക് ആ മോഡലൊക്കെ വേണമെങ്കിൽ ചെയ്തും കൊടുക്കാം. ശരി. ഇതിപ്പോ നമുക്ക് എന്താ വില? ഇത് നമ്മൾ 10,000 റുപ്യാണ്. അതൊന്നും വേണ്ട, നമുക്ക് എന്ത് ചെയ്യും, ഒരു 17 റുപ്യക്ക് കൊടുക്കാം. അതായത് മാനുവൽ ആണ്, ഏറ്റവും ടോപ്പ് എൻഡ് വണ്ടി. അതും കേരള വണ്ടി, ഒറിജിനൽ കേരള വണ്ടി. ഓക്കെ, എന്തായാലും മിസ് ചെയ്യണ്ട കേട്ടോ, കിട്ടുമ്പോൾ നോക്കിക്കോ. അടുത്തത് ഈ വൈറ്റ് വണ്ടിയോ? ഇത് 2016 G4 റീ രജിസ്ട്രേഷൻ വണ്ടി. 16 G4 അല്ലേ? അതെ. ഏറ്റവും വില കുറഞ്ഞൊരു ക്രിസ്റ്റ എന്ന് തന്നെ പറയാം. കിലോമീറ്റർ ഇതിനകത്തുള്ള 2,18,000 ആണെന്നും ജെന്യൂൻ ആണെന്നും നമ്മൾ ആരോടും പറയൂല. ഇനിയിപ്പോ എല്ലാത്തിനും ഇന്റീരിയർ ഒന്നും കാണിക്കുന്നില്ല. ഇന്റീരിയർ നമ്മളെ വീഡിയോയിൽ എന്ത് ചെയ്താൽ മതി, നമ്മളെ ആവശ്യക്കാർ ഇപ്പൊ നമ്മളെ ചാനലിൽ ഇനിയും കാണാൻ ആഗ്രഹിക്കുന്ന, നമ്മൾ ഉദ്ദേശിക്കുന്ന ആളുകൾ ഒരുപാട് ആൾക്കാരുണ്ട്. അന്നിന്റെ ഒച്ച കേൾക്കാന്നുള്ള ഒരുപാട് ആൾക്കാരുണ്ട് മനസ്സിലായി. ഓർക്ക് നമ്മളെ 4 നമ്പറിലും കാറ്റലോഗ് ഉണ്ട്. ഈ 4 നമ്പറിലും എന്ത് ചെയ്താൽ മതി, ഒരു ഹായ് വിട്ട് നമ്മളെ റെഡി സ്റ്റോക്ക് എല്ലാ വണ്ടികൾക്ക് കാണാം. അതാണ്. ഓക്കെ, അപ്പൊ എന്തായാലും ഇതിപ്പോ എന്താ വില വരുന്നത്? ഇത് നമ്മൾ 11.5 റുപ്യാണ്. 2016 G4 NOC അല്ലാന്ന് ആലോചിക്കണം. ഈ NOC കച്ചവടം പടല്ല, അതൊക്കെ NOC എല്ലാവരും ചോദിച്ചും 11. നമുക്ക് എന്ത് ചെയ്യാം, 11 റുപ്യ ഫൈനൽ കൊടുക്കാം. ഫൈനൽ പേപ്പർ ആക്കിയിട്ട് തരും. 11.5 ഒരു 11.25 ഇട്ടേ കൊടുക്കാം. അങ്ങനെ പറഞ്ഞാൽ മതി. 11 റുപ്യ കിട്ടുക ഒന്നും കിട്ടൂല. അല്ല, ഒരു ഓൾറെഡി പറഞ്ഞിട്ട് അങ്ങനെയല്ല മോനെ. ഇതൊക്കെ എന്താ നമ്മൾ ഈ വാക്കിൽ പേവും നെല്ലിൽ 11 എന്നുള്ളത് സർവ്വസാധാരണ ഒരു സംഗതിയാണ്. ഇത്രയും വണ്ടി നമ്മളിപ്പോ പേപ്പറിൽ നോക്കിയിട്ടൊന്നല്ലല്ലോ പറയുന്നത്. 11.5 റുപ്യ കുറച്ച് ശരിക്കും 16 വണ്ടി ഇല്ല. പിന്നെ നമ്മളിപ്പോ പറഞ്ഞ വാക്കിന്റെ അടിസ്ഥാനത്തിൽ ഈ വണ്ടി 11.25 റുപ്യക്ക് നമ്മൾ കൊടുക്കും അല്ലേ? ഓക്കെ, പിന്നെ വേറെ കേസ് കേട്ടോ, വരിക നിങ്ങൾ വരുമ്പോ വന്ന് സംസാരിച്ചാൽ എല്ലാം കുറയും അല്ലേ? അതെ. അതൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കും. ഇത് 2020-21 രജിസ്ട്രേഷനിലുള്ള കേരള വണ്ടി ക്രിസ്റ്റ. 20-21 സീറ്റ് കവർ നല്ല സംഭവങ്ങളൊക്കെ മാറ്റി ചെയ്തിട്ടുണ്ട്. ഇത് വി ആണോ അതോ? ഒറിജിനൽ കേരള വണ്ടി വി ആണ് അല്ലേ? മാനുവൽ ആണ്. കിലോമീറ്റർ 65,000 കിലോമീറ്റർ. വളരെ ജെന്യൂൻ കിലോമീറ്റർ, സീറോ ക്ലെയിം. നല്ലൊരു കളർ കേട്ടോ, നല്ല കളർ, ബ്രൗൺ കളർ. അതെ. ഇതിപ്പോ നമുക്ക് എന്ത് വില ഉണ്ട്? ഇനിയിപ്പോ അതിന്റെ നമ്പർ അടക്കതാ. KL 53S3131. ഇത് കണ്ടില്ലേ? 19/4/2021 രജിസ്റ്റർ ചെയ്ത വണ്ടി. മോഡൽ 20 ഉള്ളൂ. 65,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ശരി, എന്താ വില? ഇതിന് 21 എല്ലായിടത്തും വില. നമ്മളെടുത്ത് ഒറ്റ വില ഇതിന് പറയുള്ളൂ. 19.5 ലക്ഷം റുപ്യക്ക് 20-21 ക്രിസ്റ്റ ഞാൻ കൊടുക്കും. 19,50,000. അതും 65,000 കിലോമീറ്ററോടെ വി ഓപ്ഷൻ ക്രിസ്റ്റ. കേരള ഒറിജിനൽ കേരള വണ്ടി. നല്ല പ്രൈസ്. പിന്നെ അത് മാത്രമല്ല, സീറോ ക്ലെയിം. എന്തെങ്കിലും ഒരു ക്ലെയിം ഉണ്ട് എന്നാണ് വണ്ടി വെറുതെ കൊടുക്കുന്നത്. അത്രേ ഉള്ളൂ. അടുത്തത് ഇതാണെങ്കിലോ സിൽവർ. ഇതും സിൽവർ മോനെ 2016 വി ഓപ്ഷൻ തന്നെ. 16 വി ആണ്. അതെ. ഇപ്രാവശ്യം കുറെ വി ഉണ്ടല്ലോ. അല്ല, വി ഉണ്ട്. വിയും സെറ്റ് ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട്. എല്ലാം ഉണ്ട്. എല്ലാം ഉണ്ടാണല്ലോ. അപ്പോഴല്ലേ ഇതിനൊരു രസമുള്ളൂ. നമ്മൾ എന്നും G4 അറിയാൻ പറ്റുമോ? അതാണ്. G4 ഉണ്ട് ഇതില്, വി ഉണ്ട് ഇതില്, സെറ്റ് ഉണ്ട് എന്നൊക്കെ ആൾക്കാർ കാണണ്ടേ? 16 വി എത്ര ഓടിയിട്ടുള്ള? 16 വി ഓടിയ കിലോമീറ്റർ ജെന്യൂൻ കിലോമീറ്റർ ആണ്. 1,78,000 കിലോമീറ്റർ. 1,78 അല്ലേ?
ഓക്കെ, ഇത് നമുക്ക് എന്താ ഈ വണ്ടിയാണ്. ഇത് നമുക്ക് 13,500 റുപ്യാണ് ന്യായമായിട്ട് എന്തെങ്കിലും കുറച്ച് കൊടുക്കാം. 13,50,000 റുപ്യ. അടുത്തത് G4 ആണല്ലോ. അടുത്ത G4 ആണ് മോനെ. 2017 വണ്ടി. 17 ആണ്. അത്യാവശ്യം വൈറ്റ് ടാക്സി ഒക്കെ പറ്റുന്ന നല്ല വൃത്തിയുള്ള ടാക്സി ആക്കേണ്ടവർക്ക് ടാക്സി ആക്കിയോടാ, പ്രൈവറ്റ് ആക്കേണ്ട അതൊക്കെ ജനങ്ങളെ സൗകര്യമാണല്ലോ. പക്ഷേ പറഞ്ഞ മാതിരി ഏറ്റവും വില കുറഞ്ഞൊരു വണ്ടി എന്നുള്ള നിലയ്ക്ക് മോഡൽ 17 2017 രണ്ടാമത്തെ ഓണർഷിപ്പിലുള്ള റീ രജിസ്ട്രേഷൻ ചെയ്ത വണ്ടി. ശരി, കിലോമീറ്റർ 2,60,000 കിലോമീറ്റർ പ്രോപ്പർ ആണ് വണ്ടി. ജെന്യൂൻ സർവീസ് ഉള്ള വണ്ടി. വില നമ്മൾ ഒറ്റ വില ഇതിന് പറയുള്ളൂ. 12 റുപ്യക്ക് നമുക്ക് 17 വണ്ടി കൊടുക്കാം. 12 ലക്ഷം റുപ്യക്ക് KL ആയ വണ്ടി. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഫുൾ ലോണും കയറൂലേ. അത് പ്രൊഫൈൽ ഉള്ളവർക്കാണ് എന്ത് ചെയ്യാ, ചൊറുക്ക് നോക്കിയിട്ട് ബാങ്ക് ലോൺ കൊടുക്കൂല. പ്രൊഫൈൽ പറഞ്ഞ സംഗതി ദമ്മാണെങ്കിൽ എന്ത് ചെയ്യുന്ന 12 റുപ്യ നമ്മൾ ലോണും കൊടുക്കും. ഞാനൊരു 13 ലക്ഷം റുപ്യ അടിയിൽ ഇൻഷൂർ കൊടുത്തു കൊടുക്കും. 1 ലക്ഷം റുപ്യ ഏറെ കൂട്ടിയിട്ട് ഇൻഷൂർ കൊടുക്കാൻ പറ്റും. അടിപൊളി. അപ്പൊ 12 ലക്ഷം റുപ്യക്ക് 17 വണ്ടി വേണമെങ്കിൽ നോക്കി. ഇതൊക്കെ എന്താ പറഞ്ഞ മാതിരി പെരുന്നാളായിട്ട് ഒരു വണ്ടി എടുക്കണോ, നമ്മൾ കൂടുതൽ പറയണ്ടെന്ന് വിചാരിച്ചിട്ടാണ് പറയാതെ നിൽക്കുന്നത്. എന്തായാലും ആവശ്യക്കാരനാണെങ്കിൽ നിങ്ങൾ പോകുന്നോളി, നല്ലൊരു വണ്ടിയാണ് കൊടുക്കാം. നമുക്ക് പറയാൻ കഴിയുള്ളൂ. ഇപ്പോഴത്തെ ഒരു സാഹചര്യം കൂടി അതെ, സാഹചര്യം കണക്കിലെടുത്താണ് നമ്മൾ കൂടുതൽ എന്ത് ചെയ്യാതെ കഥ പറയണ്ട. ഇല്ലെങ്കിൽ തന്നെ എനിക്കറിയാലോ. ഇതാണെങ്കിലോ ഇത് 2017 ക്രിസ്റ്റ. 17 ക്രിസ്റ്റ V ആണോ അതോ G4 അല്ലേ? ഇതൊരു V നല്ല സെറ്റിലേക്കൊക്കെ മാറ്റിയെന്ന് തന്നെ പറയാം. ഇത് 50 പൈസന്റെ സാധനം നമുക്ക് കൊടുക്കാൻ കഴിയൂല. അടക്കം ചെയ്തിട്ടുണ്ട്. സീറ്റ് കവർ, ആൻഡ്രോയിഡ്, പിന്നെ ഡോർ വൈസർ, റൂഫ് റെയിൽ, ഞങ്ങൾക്ക് കേൾക്കണോ, സ്റ്റെപ്പ്, ഫേസ് ലിഫ്റ്റ്, ഇതൊന്നും ചെയ്യാൻ കഴിയൂല. ശരി, 17 G4 കിലോമീറ്ററോ? 17 കിലോമീറ്റർ ജെന്യൂൻ സർവീസ്. 1,48,000 കിലോമീറ്റർ. 23 കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ വേറൊരു രസമുണ്ട്. ഇതിന്റെ 1.45 അല്ല 1.48 1.50 സർവീസ് കസ്റ്റമറാ ചെയ്ത്. അതിന്റെ കാരണം ഈ വണ്ടി ഞാൻ കൊടുത്തിനി. അപ്പൊ ഓൽക്ക് എന്ത് ചെയ്താൽ മതി, ഓടിച്ചിട്ട് ഒരു സുഖമല്ലാന്ന് ഇന്നോവ തന്നെ മതിയായിരുന്നു. അങ്ങനെ ഒരു 15 V ഇന്നോവ കൊണ്ടുപോയി. ഇത് നമ്മള് 12 റുപ്യാണ് ന്യായമായിട്ട് എന്തെങ്കിലും കുറച്ച് കൊടുക്കും. അതായത് 12 ലക്ഷം രൂപയ്ക്ക് ഇപ്പൊ 2-3 വണ്ടിയായി. 11 ലക്ഷം രൂപയ്ക്കും വേറെ വണ്ടി. അതെ അതെ അതെ. ഒരു 11 to 12 ഇടയ്ക്ക് നിങ്ങൾക്ക് ക്രിസ്റ്റ വേണോ എന്റെ അടുത്ത് മുതലുണ്ട്. അതായത് 11 ലക്ഷം മുതൽ അങ്ങോട്ട്. അതെ അതെ അതെ. ഏറ്റവും ഇതൊക്കെ KL ആയ വണ്ടി. അതിന്റെ താഴെ അടുത്തുണ്ട് 10 റുപ്യക്കും വണ്ടി ഉണ്ട്. വീഡിയോയിൽ ഇപ്പൊ കാണാൻ കഴിയില്ല എന്നുള്ള വണ്ടി പോലീസ് അടിയിലുള്ള. അപ്പൊ എല്ലാത്തൊരു സംഗതി വരാണ്ടിട്ട് പറഞ്ഞാൽ നമ്മൾ പറയണ്ടല്ലോ വിചാരിച്ചിട്ട് പറയാതെ. അപ്പൊ എന്തായാലും 12 ലക്ഷം രൂപ ഞങ്ങൾക്ക് 17 വണ്ടി എടുക്കാം. ഇനി പുറകില് ഒരു നോക്കുകയാണെങ്കിൽ ഇപ്പൊ കണ്ടതിന്റെ 4 ഇരട്ടി വേറെ പുറകിൽ നിരന്ന് കിടക്കുന്നുണ്ട്. പിന്നെ വേം പറഞ്ഞു. ഇത് 18 G4 ആണ്. 18 G4 ക്രിസ്റ്റയാണ്. ഇത് നമ്മൾ 13.5 റുപ്യക്ക് ആസ്ക് ചെയ്യണ വണ്ടി. അതൊന്നും നമുക്ക് 12.5 റുപ്യ കൊടുക്കാം. 18 ക്രിസ്റ്റ 12.5 റുപ്യ ഫുള്ള് ലോണും കിട്ടും. 12,50,000 രൂപയ്ക്ക് 18 വണ്ടി ഇത്രയും ക്വാളിറ്റിയുള്ള വണ്ടിയാണ് നിങ്ങൾക്ക് തരുന്നത് കേട്ടോ. അതെ, അതും നല്ല അടിപൊളി ഇന്റീരിയർ കാര്യങ്ങളെല്ലാം കമ്പനി വന്ന് അതേപോലെ നിൽക്കേണ്ട ഒരു സ്ക്രാച്ചോ ഡെന്റോ ഒന്നുമില്ല. പിന്നെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് ഇല്ലല്ലോ. മേജർ ആയിട്ടുള്ള ഒരു കേസും ഇല്ല. പിന്നെ എന്താ ഈ മേജർ ഇങ്ങനെ ചോദിക്കണ്ട. അപ്പൊ ഞാൻ എന്റെ വണ്ടിക്ക് അപ്പൊ ഈ വണ്ടി എനിക്ക് പറഞ്ഞാലോ, ഈ വണ്ടിക്ക് ഞാൻ 15 ലക്ഷം റുപ്യ അടിവില ഇൻഷുറൻസ് എടുത്ത് കൊടുക്കാം. ഈ ഇൻഷുറൻസ് എടുക്കുമ്പോൾ ഒരു ബമ്പറിന് പോറൽ വന്നു, ലൈറ്റിന് പോറൽ വന്നു, ഷോറൂമിൽ കൊണ്ടുപോയി ചെയ്യടാ. അതിന് എത്രയും പൈസ കൊടുത്താണ് ഇൻഷൂർ എടുക്കണേ. നമ്മൾ ഈ ഇൻഷുറൻസ് കമ്പനിനെ നന്നാക്കാൻ വേണ്ടിട്ടല്ലേ, വണ്ടിക്ക് ക്ലെയിം വന്നെടുക്കാനാണ്. വലിയ ഇടിയൊന്നും അല്ലെങ്കിൽ പുതിയ സാധനമല്ലേ വെക്കുന്നത്. അതെ, നമ്മളെപ്പോഴും ശരിക്കും എന്താ പറയുക, അതാ മൈൻഡാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മൾ ഏത് സാധനം ഉപയോഗിക്കും തോറും പയകുമല്ലോ. അതായത് സ്ട്രക്ചറൽ ഡാമേജും ചേസിന് അടിയൊന്നും കിട്ടാത്ത. അതെ അതെ. നമ്മളെ എഞ്ചിൻ പാർട്സുകൾ അതുപോലെ ചേസ് കാര്യങ്ങളൊന്നും പണിയില്ലെങ്കിൽ ഒരു മാറാത്ത വണ്ടിയാണ്. നമ്മൾ പറയുമ്പോ എന്താ ആൾക്കാരൊക്കെ മറുപടി പറയാം. ഇതിനകത്ത് വേറെ കേസില്ല. ഇതിപ്പോ നമ്മൾ ഈ കച്ചവടക്കാർ മാത്രമായിട്ട് ഉണ്ടാക്കിയ ഒരു സംഭവങ്ങളാണ് ഇതൊക്കെ. വില നിശ്ചയിക്കാൻ വേറെ രസം കേട്ടോ. 26 വട്ടം ഒരു വണ്ടിന്റെ ഇന്നോവന്റെ ബമ്പർ മാറി വണ്ടിന്റെ കയ്യിലുണ്ട്. 26 വട്ടം അമാന ടയോട്ടിന്ന് ബമ്പർ മാത്രം മാറിയത്. ഇയാളെ കൊണ്ടുപോയി വരുത്തിക്കാൻ മാറ്റിച്ച അതൊരു പ്രഗത്ഭനായ വ്യക്തിന്റെ വണ്ടി. ആളെന്നും ഞാൻ പറയണില്ല. 26 വട്ടം ബമ്പർ മാത്രം മാറിയിരിക്കണം. ഇത് 2018 വണ്ടിയാ. 18 G4 അല്ലേ? G4 എന്താ വില? ഇത് 13.5 റുപ്യാണ്. നമുക്ക് എന്താ ചെയ്യാ, ഒരു 13 റുപ്യ കൊടുക്കാം. 18 G4 ഇതാ 1, 2 പിന്നെ 3, 4 4-5 വണ്ടി ഉണ്ട്. ഇത് 18 കേരള വണ്ടി, ഒറിജിനൽ കേരള വണ്ടി. 2,05,000 കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി. ഇത് നമുക്ക് എന്ത് വില വരുന്നുണ്ട്? ഇത് നമുക്ക് 15 റുപ്യ 14.5 റുപ്യക്ക് കൊടുക്കാം. പ്രൊഫൈലുള്ള ആൾക്ക് ഒറിജിനൽ കേരള വണ്ടി 18 മോഡൽ 19. ഈ ഒറിജിനൽ കേരളയും ഈ റീയും തമ്മിൽ എന്താ വ്യത്യാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? അല്ല അങ്ങനെയല്ല, അതൊക്കെ ഉപയോഗിച്ച നല്ല രീതിക്കാണ്. വണ്ടി രണ്ടും ഒരേ കണ്ടീഷൻ ആണെങ്കിൽ എന്തെങ്കിലും ഒരു കുഴപ്പമില്ല. ഇതെന്താ വെച്ചാൽ ഇതൊരു തറവാടിത്തം ഉണ്ടാവുന്നുള്ളൂ. എന്നും ഒരു കേരള വണ്ടി എന്നുള്ളൊരു തറവാടിത്തം. മുമ്പിൽ കേരള വണ്ടി അല്ലാതെ അതിൽ വലിയ പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നുമില്ല. ശരിക്കും ലാഭം ഇതല്ലേ അല്ലേ? നല്ല വണ്ടിയാണെങ്കിൽ എല്ലാ വണ്ടി എന്താ പറയാ, 2 ലക്ഷം റുപ്യന്റെ കുറവ് അതുണ്ട്. ഇതിപ്പോ എന്താ പറയാ, ഇന്ത്യയിൽ എവിടെ ഓടുന്ന വണ്ടി കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ അപ്പൊ ഡൽഹിക്കാരനായി ഇന്ത്യക്കാരനായി എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അതാ പറഞ്ഞത്, ഡൽഹിയിലും കേരളത്തിലും ഇറങ്ങിയ അല്ല പണ്ടൊക്കെ പനക്കാരല്ല നമ്മൾ ഇന്ത്യക്കാരും തമിഴന്മാരും പണിക്ക് വരുമ്പോൾ നമ്മൾ വേറിട്ട് കണ്ടിന്. ഇപ്പൊ ബായി ആയില്ലേ? അതിന്റെ കാരണം അതായത് ഇതിപ്പോ 18 കേരള 15 പറഞ്ഞ 14 റുപ്യക്ക് കൊടുക്കും. 18 ഒറിജിനൽ കേരള 14 റുപ്യക്ക്. 1.5 ലക്ഷം 2 ലക്ഷം റുപ്യ മാറ്റത്തിൽ അതെന്തായാലും ആണല്ലോ. മറ്റേ പിന്നെ രസമല്ലല്ലോ. ഇതിപ്പോ ഇതാണെങ്കിലോ ഇത് 2016 V ആണ്. 16 V സെക്കൻഡ് ഓണർ 1.50 ഓടിയിട്ടുള്ളൂ. കറക്റ്റ് സർവീസ് ഉള്ള വണ്ടി. അത് പിന്നെ പേള് വെച്ചാണ് ഒറിജിനൽ കേരള വണ്ടി അല്ലേ?
ഓക്കെ, ഇതിപ്പോ നമുക്ക് എന്താ വില? ഇത് നമ്മൾ 16,000 ഉറുപ്പ്യാണ് മോനെ, നമുക്കൊരു 16 ഉറുപ്പ്യ ഫൈനൽ കൊടുക്കാം. 16 ലക്ഷം. 16 ലക്ഷം രൂപക്ക് 1.50 ഓടിയ ഒറിജിനൽ കേരള വണ്ടിയാണ്. നല്ല വൃത്തിയുള്ള പ്രോപ്പർ സർവീസ്, 4 ടയർ പുതിയത്, 0 ക്ലെയിം. അതാണ് ഇതിന്റെ ഹൈലൈറ്റ് കേട്ടോ. അടിപൊളി. അത് ഈ സിൽവറോ? ഈ സിൽവർ മോനെ 2018 തന്നെ. 18 കേരള വണ്ടി. കിലോമീറ്റർ കറക്റ്റ് കിലോമീറ്റർ 1,98,000 കിലോമീറ്റർ ഇതിലുണ്ട്. ജെന്യൂനുമാണ്. ശരി, എന്ത് വില ഉണ്ട്? ഇത് നമ്മൾ 14,000 ഉറുപ്പ്യക്ക് ഇതും കൊടുക്കാം. 14 അല്ലേ? ഓക്കെ, ഏകദേശം പ്രൈസ് ഒക്കെ സെയിം. ഇതിലെന്താ പറയുക, നമ്മൾ മാക്സിമം വില കുറച്ചാണ് ഇപ്പൊ പറയുന്നത്. കാരണം അങ്ങേയറ്റം കുറച്ചാ പറയുന്നത്. കാരണം എന്താ പറയുക, ആവശ്യക്കാരനാണെങ്കിൽ ഒരു മുതൽ കൊണ്ടുപോയിക്കോട്ടെ, അങ്ങനെ ഉണ്ടല്ലോ. നമ്മളോട് ചെയ്യാൻ പറ്റുന്ന മാക്സിമം പരിധിയിൽ നമ്മൾ ചെയ്തു കൊടുക്കും. ഈ വൈറ്റ് ആണെങ്കിലോ? ഇത് 2017 വി ഓപ്ഷനാ. 17 വി തന്നെ. നമ്മൾ കുറെ വി കാണിച്ചു. വീണ്ടും ഒരു 10 വണ്ടിന്റെ മുകളിൽ വി തന്നെ ഉണ്ട്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് തോന്നുന്നു കൂടുതലും കാണിച്ചത് G4. അതെ. പിന്നെ ഇതിപ്പോ 17 വണ്ടിക്ക് നമ്മൾ 14 ഉറുപ്പ്യ നമ്മൾ ആവശ്യപ്പെടും, ന്യായമായിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം. 1.95 സർവീസ്. 14 ലക്ഷം രൂപ. 14 ലക്ഷം ഉറുപ്പ്യ. ഓക്കെ, അതുപോലെ തന്നെ ഇനിയിപ്പോ ഇവിടെ അങ്ങോട്ട് പോകുമ്പോൾ മോഡലും കിലോമീറ്റർ അങ്ങ് പറഞ്ഞു പോയി. മതി. അതാ നല്ലത്. ഇതെന്താ പറയുക, ക്രിസ്റ്റന്റെ ഒരു ആവശ്യക്കാരനാണെങ്കിൽ ഒരു 40 കണ്ടി നമ്മൾ എടുത്തിട്ടുണ്ട്. ഇത് എന്തായാലും ഒരു ആവശ്യക്കാരൻ. അതായത് 10.5 ലക്ഷം രൂപ മുതൽ ഒരു 20-25 ലക്ഷം റുപ്യ. അല്ല, 20 ലക്ഷം റുപ്യ വരെ അങ്ങനെ പറഞ്ഞാൽ നമ്മള് 11 ലക്ഷം തൊട്ട് 10.5 തൊട്ട് 20 ലക്ഷം റുപ്യ വരെയുള്ള 21 വരെയുള്ള ക്രിസ്റ്റ നമ്മളെ കയ്യിലുണ്ട്. അതാണിത്. അവിടെ മുതൽ ഇങ്ങനെ കേട്ടോ. അത് ഓല റേഞ്ച് അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും, അലുവ മുറിച്ചു കൊടുക്കണ ഇങ്ങനെ മുറിച്ചു കൊടുക്കാം നമുക്ക്. അങ്ങനെയല്ല, 1/4 കിലോ 1/2 കിലോ 3/4 കിലോ പറഞ്ഞാൽ മുറിച്ചല്ലോ. ബോണ്ടിന്റെ ഭാഗം അങ്ങനെയല്ല ഞാൻ പറഞ്ഞ പോലെ, നമ്മൾ ഒരാളെ കയ്യിൽ എന്താണോ ഉള്ളത് അതിനനുസരിച്ച് അവന്റെ തലേക്ക് നമ്മൾ ഏറ്റിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. പെരടി പൊട്ടിച്ചിട്ട് കാര്യമില്ലല്ലോ. അനക്ക് 50 കിലോനെ ഏറ്റാൻ പറ്റുള്ളൂ, എന്റെ തലയിൽ അതേ വെച്ച് തരാൻ പാടുള്ളൂ. അതെ. അല്ല, നമ്മളൊരാളെന്താരോ സംഗതി ചിലപ്പോൾ നല്ല പ്രൊഫൈലുള്ള ആൾക്ക് ഫുള്ള് ലോൺ തന്നെ കിട്ടും. 3 മാസം കഴിഞ്ഞിട്ട് ഇപ്പം വിളിക്കും നമ്മൾ, ആലാക്കിന്റെ ഉരുകഞ്ഞാണ് 100 രൂപ അടക്കാൻ കഴിയുന്ന എല്ലാവരും. അപ്പൊ ഇതിനൊരു ഓണർഷിപ്പ് കൂടും. എന്തിനാ വെറുതെ പണിക്ക് നിൽക്കണേ? നമ്മൾ ആരോട് നിർബന്ധിപ്പിച്ചാണ് എന്ത് ചെയ്യലില്ല, നിങ്ങൾ തന്നെ എടുത്തോളിട്ടോ, അത് നല്ല വണ്ടി, ആ കച്ചവടമൊന്നുമില്ല. കാര്യങ്ങൾ വെട്ടി തുറന്ന് പറഞ്ഞു കൊടുക്കുക. അതിന് 100 വട്ടം കബൂലുള്ളവൻ അഹിലം സഹലൻ. അല്ലാത്തവർക്ക് നമ്മൾ ഇതിപ്പോ അറിയാതൊക്കെ വന്ന് പെടുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ആഗ്രഹത്തിന്റെ പേരിലൊക്കെ. നല്ലോണം നോക്കിയിട്ട് ചെയ്തൊക്കെ പൈസ പോണ കേസാണ്. അതെ. പിന്നെന്താരോ ഈ ലോൺ ഇടുക എന്ന് പറയുമ്പോ എന്താ ശരിക്കും റബ്ബർ പാലിൽ ഈച്ചൊട്ടും. റബ്ബറിന്റെ ചിരട്ട ഉണ്ടല്ലോ, ആ ചിരട്ടയിൽ ഈച്ചൊട്ടിയ ഈച്ചനം ഇങ്ങോട്ട് കിട്ടൂല. MRF ഗുഡിയറോ അപ്പോളൊക്കെ ആയിട്ടാണ് മാറല. അതായത് ലോൺ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ 5 കൊല്ലം ഓല അടിമയായിട്ട് നിക്കണം നമ്മള്. അപ്പൊ നമ്മൾ അതിന് ആരോടും ചെയ്യലില്ല, പറയില്ല, നിങ്ങൾ ഇട്ടോളി. കറക്റ്റ്. അപ്പൊ അതൊക്കെ വരുന്ന പോലെ ഇഷ്ടമാണ്, ഓല സാഹചര്യത്തിനനുസരിച്ച് നമുക്ക് ചെയ്തു കൊടുക്കും. ഇനി ഒരു വൈൻ റെഡ് കളറിൽ 2 വണ്ടി കിടപ്പുണ്ട്. അതെ, വൈൻ റെഡ് കളറിൽ. ഇത് 2017 G4 ഓട്ടോമാറ്റിക് ആണ്. 1.5 ഓടിയ വണ്ടി. ഓട്ടോമാറ്റിക് 8-10 വണ്ടി എനിക്ക് കാണിച്ചു തരാം. ഇതിപ്പോ 17 G4 ഓട്ടോമാറ്റിക് ഒറിജിനൽ കേരള വണ്ടിയാണ്. ഇതിനകത്ത് സാധനം കാണിച്ചു തരാം. ആ സീറ്റ് കണ്ടോ നിങ്ങള്? അത്യാവശ്യം ഒരു 10-40,000 രൂപ മുടക്കി ചെയ്ത സാധനം. അതുണ്ട്. അതൊക്കെ മസാജ് ഇങ്ങനെ ചെയ്യും തോന്നുന്നു, നമുക്ക് ഇങ്ങനെ കാണും. പുറകിനാലിൽ ഇരുന്ന് ചെയ്ത് കൊടുക്കേണ്ടി വരും. അതെ. സീറ്റ് ചെയ്യൂല, പക്ഷെ നല്ല കുഷിനൊക്കെ നല്ല സീറ്റ് നല്ല വണ്ടിയാണ്. എന്താ 2017 വണ്ടി നമ്മൾ 17 രൂപ വെക്കും, നമുക്ക് ഒരു 16 രൂപ കൊടുക്കാം അല്ലേ? അത് നല്ല നീറ്റ് വണ്ടി. 2.8 G ആണ്. ഓട്ടോമാറ്റിക് ആണ്. അതെ. ഇതാണെങ്കിലോ? ഇത് 2019-20 രജിസ്ട്രേഷൻ 2.8 G തന്നെ. ഓട്ടോമാറ്റിക് അല്ലേ? 19-20 വണ്ടി കേരള വണ്ടിയാ? ഒറിജിനൽ കേരള വണ്ടി. ശരി, എന്ത് വില ഉണ്ട്? ഇത് 20 റുപ്യന്റെ വണ്ടിയാണ്. നമുക്കൊരു 18,90,000 റുപ്യ ഫിക്സഡ് ആട്ടോ. 18,90,000 19 മോഡൽ 20 രജിസ്ട്രേഷൻ ഒറിജിനൽ കേരള 18,90,000 ഒറിജിനൽ കേരള വണ്ടി കൊടുത്തു. നല്ല വില തന്നെ. ഇതൊക്കെ ഇപ്പൊ എന്താരോ നല്ല വില എന്നുള്ള. പിന്നെ ഞാനും ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, അളിയാക്ക നല്ല പാട്ടുകാരനാണ്. ആരാ ചോദിച്ചു, അളിയാക്ക തന്നെ പറഞ്ഞു. അതുകൊണ്ട് നമ്മളെ വണ്ടിക്ക് വേറുള്ള സർട്ടിഫിക്കറ്റ്. നല്ല വില എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലാന്നല്ല, അത് എടുക്കാൻ വരുന്നവർക്ക് ബഡ്ജറ്റ് പ്രൈസ് ആണ് ഉദ്ദേശിക്കുന്നത്. അതെ. അങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഏതോ ഒരു വീഡിയോയിൽ കമന്റ് ചെയ്തിട്ട്, നീ എന്നെ നല്ല വിലയെന്ന് പറയുന്നുണ്ടല്ലോ, എന്നിട്ട് എന്താ? അല്ല, അത് നോക്കണ്ട. അതെന്താരോ ഞാൻ പറഞ്ഞില്ല, നമ്മളെ സർട്ടിഫിക്കറ്റ് അനക്കും ഇരിക്കും സർട്ടിഫിക്കറ്റ് തരേണ്ടത് നമ്മളല്ല, വരുന്ന ആളുകളാണ് തരേണ്ടത്. അപ്പൊ ഓര് തരട്ടെ. അല്ല, നമുക്കിപ്പോ സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട. നമ്മളിപ്പോ ഉള്ള സാധനങ്ങൾ കാണിച്ചു കൊടുക്കുന്നത് ആർക്കെങ്കിലും ഒരു ഉപകാരം കിട്ടിക്കോട്ടെ, അത്രേ ഉള്ളൂ. അതെ. അപ്പൊ പിന്നെ വേറെ കേസ് ഉണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വന്നിട്ട്, കാരണം അത്രയും നമ്മൾ ചെക്ക് ചെയ്തൊക്കെ എടുത്തു വെക്കുന്നത്. അത് ഒരു വിധം വണ്ടിയൊക്കെ ഇതിലൊക്കെ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയണത്. അതൊക്കെ ഒരു വണ്ടി ഒരു കസ്റ്റമർ കൊണ്ടുപോയിട്ട് നല്ല അഭിപ്രായം, വണ്ടി പോസിറ്റീവ് ആകുക, നമ്മളെ സ്വഭാവം നന്നാകുക, വിലയിലും പാകാവുമ്പോൾ അടുത്തൊരു കച്ചവടം പോലെ കുടുംബത്തിൽ നിന്നും നാട്ടിൽ വരുള്ളൂ. നിങ്ങൾ അത്യാവശ്യം നല്ല രീതിക്ക് ചെയ്തുകൊണ്ടാണല്ലോ. അല്ല, ഇല്ലെങ്കിൽ എന്താ പണ്ടാരക്കാലത്തേക്ക് പോകണ്ടെന്ന് ഞാനും പറയാം, ഇഞ്ചും പറയാം. അപ്പൊ അത് ഇതിന്റെ ഒരു സ്വഭാവം. അപ്പൊ ഇന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ചെയ്തു കൊടുക്കും. ഇത്ര നമ്മൾ കാണിച്ചതിൽ ഒറ്റ ഈ ഒരു കളറിലെ ഫസ്റ്റ് വണ്ടി. അതെ. ഇത് 2018 G4 ഓട്ടോമാറ്റിക് വണ്ടി. 18 G4 ഓട്ടോമാറ്റിക്, നല്ല നീറ്റ് വണ്ടി. അതെ. പിന്നെ കിലോമീറ്റർ ഇതിനകത്തുള്ളത് 1.80 ജെന്യൂൻ കിലോമീറ്റർ. അതെ അല്ലേ? എന്താ വില? ഇത് നമ്മൾ 18,000 റുപ്യാണ് ന്യായമായിട്ട് നമുക്ക് ചെയ്തു കൊടുക്കാം. ഈ വൈറ്റോ? വൈറ്റ് അതുപോലെ തന്നെ 2018 തന്നെ. 18
പറഞ്ഞ മോഡലൊക്കെ 2018 മോഡലാണ്, രണ്ടാമത്തെ ഓണർഷിപ്പ് ആണ്, റീരജിസ്ട്രേഷൻ വണ്ടിയാണ്. ഇതിനകത്തുള്ള കിലോമീറ്റർ പോകാൻ 3 ലക്ഷം കിലോമീറ്റർ ജെന്യൂൻ ആണ്. വി ആണോ അതോ ഇത് സോറി 2016 Z ഓട്ടോമാറ്റിക് പറഞ്ഞു കൊടുത്ത വെച്ചാൽ 2000 നോമ്പല്ല, അപ്പൊ ചെറിയൊരു ഇതൊക്കെ വരും. 2016 Z ഓട്ടോമാറ്റിക് 3 ലക്ഷം കിലോമീറ്റർ ഓടി. 16 Z ഓട്ടോമാറ്റിക്. അതായത് ഈ പ്രൊജക്ടർ കൺട്രോൾ. അതെ 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 അതെ. ശരി, ഇത് നമുക്ക് എന്താ വില വരുന്നത്? നമുക്ക് 15,000 റുപ്യക്ക് കൊടുക്കാം. കുറച്ച് കൂടുതലല്ലേ? കൂടൂല, കാരണം ഈ വണ്ടിന്റെ വില 17-18 ഒക്കെ. നമ്മളത് ഓട്ടം കൂടിയോണ്ട് എന്താണ്, ഹുസൈൻ ബോൾട്ടും ബ്യൂട്ടീസും ഒക്കെ ഇത്ര ഓടിയിട്ടില്ല. വലിയ ഓട്ടക്കാരാണല്ലോ, ഇത്ര ഓടിയിട്ടില്ല. എന്തായാലും ഓടിയില്ല. അപ്പൊ ആയതുകൊണ്ട് കൊടുക്കാണ്. പിന്നെ ഓട്ടം ഒരു വിഷയമല്ല, നമ്മളെല്ലാരോടും പറയുന്നത്. ഓട്ടം ഒരു വിഷയമാണ്, അത് നല്ല രീതിക്ക് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ഒരു വിഷയമില്ല. ടയോട്ടനെ സംബന്ധിച്ചിടത്തോളം ഓട്ടം എന്ന് പറഞ്ഞ ഒരു സംഗതി ഒരു വിഷയമില്ല. കാരണം എന്താ വെച്ചാൽ ഏറ്റവും വലിയ ഉദാഹരണം എന്റെ കയ്യില്ല. ഞാൻ 2000 തോന്നൊന്നും പറയണ്ട, ഞാൻ 2016 തൊട്ട് ഇട്ടിയോസ് കൊണ്ട് നടക്കുന്ന മനുഷ്യനാണ്. അപ്പൊ അത്ര എനിക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഓട്ടം പ്രശ്നമാക്കണ്ട. ഇത് 2020 വണ്ടിയാ. ഇത് KL ആക്കിയിട്ട് ഞാൻ കൊടുക്കുള്ളൂ, ആക്കാതെ കൊടുക്കൂല. ഒറ്റ വില ഇതിന് പറഞ്ഞാൽ മതി, നമ്മള് 16 റുപ്യക്ക് കൊടുക്കാം. 16 ലക്ഷം രൂപയ്ക്ക് 20 വണ്ടി, 2020 വണ്ടി. അത് കുഴപ്പമില്ലല്ലോ. G4 മാനുവലാ? G4 മാനുവൽ, G4 പ്ലസ് ആണ് അല്ലേ? ഓക്കെ. അതുപോലെ തന്നെ ഇവിടെ ഒരു വെള്ള വണ്ടി കിടക്കുന്നുണ്ട്. ഇവിടെ ഈ കിടക്കണം മുഴുവൻ ഇത് തന്നെയാ, വേറെ ഒന്നും പറയാനൊന്നും ഇല്ല. ക്രിസ്റ്റകൾ തന്നെയാണ് ഫുള്ള്. നമുക്കൊരു കാര്യം ചെയ്യാം, അവിടെ നിന്ന് ഇങ്ങോട്ട് വരാം, എന്നിട്ട് ഇതിലേക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം. അതെ അതെ അതെ, എവിടുന്നും പറയാം, ഞാൻ എവിടുന്ന് റെഡിയാ പറയാം. നമുക്ക് ഈ ബാക്കിൽ 4 ഫോർച്യൂണർ നമ്മൾ കാണിച്ചില്ലല്ലോ. അല്ല, ഇത് കാണിക്കാനുള്ളതാണ്. നമുക്ക് ഈ ക്രിസ്റ്റ ഇത് ഇവിടുന്ന് പോവാം. ഇതേതാ മോഡല്? ഇത് 2019 വണ്ടി. 19 അല്ലേ? 19 G+ വണ്ടി. പിന്നെ രണ്ടാമത്തെ ഓണർഷിപ്പ്, റീരജിസ്ട്രേഷൻ ചെയ്ത വണ്ടിയാണ്. ശരി, വിലയോ? വില നമുക്ക് 15 റുപ്യാണ് 14 കൊടുക്കാം. 14 കൊടുക്കാം. ഇതാണെങ്കിലോ? ഇത് അതുപോലെ തന്നെ മോനെ 2018 Z മാനുവൽ ആണ്. Z മാനുവൽ. അതെ, 18 അല്ലേ? 18 Z മാനുവൽ. ഇത് നമുക്ക് എന്ത് വിലയുണ്ട്? ഇതിനകത്തുള്ള കിലോമീറ്റർ ജെന്യൂൻ കിലോമീറ്റർ ആണ് പറഞ്ഞ് നമ്മൾ കൊടുക്കുള്ളൂ. 180 കറക്റ്റ് സർവീസുമാണ് വണ്ടി. ശരി, വിലയോ? 18 Z മാനുവൽ നമ്മൾ 19 റുപ്യൊക്കെ ചോദിച്ചു. ഒരു 18 ഇട്ടിയാലും 18 ഇട്ടിയാലൊക്കെ കൊടുക്കും. അതിപ്പോ ഇങ്ങനെ നമ്മൾ ചോദിക്കാൻ അങ്ങനെ ചോദിച്ചു നോക്കുക, ആരെങ്കിലും തന്നാലോ അല്ലേ? അത് തരുമൊന്നുമില്ല. നമ്മളടുത്ത് വരുന്ന ആൾക്കാരെന്താ പഴയ മറ്റേ ചാന്ദിനി ചോക്കിലൊക്കെ വേറെ കേസ് ഉണ്ട്. ഇവരെല്ലാരും ഒരു 50 വീഡിയോ ഇരുന്ന് കണ്ട് വിലയൊക്കെ പഠിച്ചു. അതൊക്കെ ഉണ്ട്. അല്ല, നമ്മളെന്താ പറയുക, വിട്ടുവീഴ്ച മനോഭാവം ഉള്ളവനെ നാട്ടിൽ എന്ത് ചെയ്യുള്ളൂ, കച്ചവടം ചെയ്യാൻ കഴിയുള്ളൂ. ആരായാലും MRP ബാറ്റ ചെരുപ്പിന്റെ കച്ചവടം ഒന്നും നാട്ടിൽ ഇപ്പൊ നടക്കൂല, പഴയ കാലമൊന്നുമല്ല. ഇത് 2018 വണ്ടി തന്നെ. 18 റീരജിസ്ട്രേഷൻ വണ്ടി. നമ്മൾ 13 ആസ്ക് ചെയ്യുന്ന വണ്ടിയാണ്. നമുക്ക് എന്ത് ചെയ്യാം, ഒരു 13 റുപ്യ അതും കൊടുക്കും. 13 ലക്ഷം രൂപ അല്ലേ? ഇത് ബ്ലാക്ക്, ഇത് അടിപെയിന്റ് ചെയ്തല്ലേ? ഇത് 2018 ബ്ലാക്ക് ഉണ്ടോ അല്ലേ എന്നുള്ളത് ഇല്ല, ഇല്ലെങ്കിൽ അടിച്ചത് തന്നെയാണ്. പക്ഷെ എന്താ പറയുക, ഇത് ഷോറൂമിൽ നിന്ന് അടിച്ചൊരു ലുക്ക് തന്നെയാണ്. അത്രയും ക്ലീൻ ആണ്. പിന്നെ ക്വാളിറ്റി ഏതെങ്കിലും ഒരു സ്പെഷ്യൽ വേരിയന്റ് ഒക്കെ ആയിട്ട് വല്ലതും വന്നിട്ടുണ്ടോന്ന് അറിയില്ല. അതെ അതെ അതെ. അല്ല, എന്റെ അറിവിൽ പറഞ്ഞമാതിരി 18 എന്തായാലും ഇങ്ങനെ കളർ വണ്ടി. പക്ഷെ എന്തായാലും 18 അപേക്ഷിച്ച് നല്ലൊരു മുഞ്ചുള്ള മണവാട്ടിയാണ്. G4 ആണ്. പിന്നെ 18 ആണ്. മൂന്നാമത്തെ ഓണർഷിപ്പാണ്. ബ്ലാക്ക് കളർ വല്ലാത്ത രസമാണ് കാണാൻ. ഓരോരുത്തർക്കും ഓരോ കമ്പാഷൻ ഞാൻ കൊണ്ടു നടക്കൂല. ഇത് ഇപ്പൊ ഇറങ്ങി 1 കിലോമീറ്റർ ഓടിയാ പിന്നെ കൊടുന്ന് കേൾക്കണം. ബ്ലാക്ക് ആകുമ്പോ അങ്ങനെ ഒരു വിഷയമാണ്. കിലോമീറ്റർ ഇതിനകത്തുള്ള ജെന്യൂൻ കിലോമീറ്റർ ആണ്. ഇത് സർവീസ് ഉള്ള വണ്ടിയാണ്. 1,43,000 കിലോമീറ്റർ. എന്ത് വില ഉണ്ട് ഇതിന്? ഇത് നമ്മൾ 14 റുപ്യൊക്കെ ആസ്ക് ചെയ്യും. ഇത് നമ്മളെ ചങ്ങായിന്റെ വണ്ടിയാ. 14 ലക്ഷം റുപ്യ ആസ്ക് ചെയ്യും. ന്യായമായിട്ട് നമുക്ക് ചെയ്തു കൊടുക്കാം. Z ഓട്ടോമാറ്റിക് 4 വണ്ടിയാണ് നിൽക്കുന്നത്. Z ഓട്ടോമാറ്റിക് നമ്മൾ കാണിച്ചില്ല എന്ന് പറയണ്ട, അതുകൊണ്ടാണ് പ്രത്യേകിച്ച് പറയുന്നത്. ഇത് 2016 G4 ഓട്ടോമാറ്റിക് ഒറ്റയടിക്ക് അവസാനിപ്പിക്കുകയാണ്. 16 G4 ഓട്ടോമാറ്റിക് രണ്ടാമത്തെ ഓണർഷിപ്പ് വണ്ടി. ഒറ്റ വില 14 ലക്ഷം റുപ്യ. എത്ര വില? 14 ലക്ഷം റുപ്യക്കാ കൊടുക്കുന്നത്. 2016 G4 ഓട്ടോമാറ്റിക്. ഇത് 2017 വണ്ടി. 240 ഓടിയ കമ്പനി സർവീസ് ഉള്ള വണ്ടി. ഇതും Z ഓട്ടോമാറ്റിക് ബ്രൗൺ കളർ. ഇത് നമ്മൾ 18 റുപ്യാണ് ന്യായമായിട്ട് ചെയ്തു കൊടുക്കാം. 17 വണ്ടിയായിട്ട് കൊടുക്കണതൊക്കെ ആ വിലക്ക്. Z ഓട്ടോമാറ്റിക്. ഇതും Z ഓട്ടോമാറ്റിക്. Z ഓട്ടോമാറ്റിക് കണ്ടില്ലാന്ന് പറയാം. ഇതും 2017 വണ്ടി. ഇതും അതേ വില നമ്മൾ ആവശ്യപ്പെടും. ന്യായമായിട്ട് ഇതും ചെയ്തു കൊടുക്കാം. 18 ലക്ഷം റുപ്യ നമ്മൾ ആസ്ക് ചെയ്യും. ന്യായമായിട്ട് നമുക്ക് ചെയ്തു കൊടുക്കാം. ഇതാണെങ്കിലോ? ഇത് 2017 ഒറിജിനൽ കേരള വണ്ടിയാ. സോറി, 2017 മോഡൽ 18 രജിസ്ട്രേഷൻ ഉള്ള വണ്ടി. ശരി, ഇത് Z ഓട്ടോമാറ്റിക്. ഇപ്പൊ 5 വണ്ടി Z ഓട്ടോമാറ്റിക് ആണ്. നമുക്ക് എന്താ വില? ഇത് നമ്മൾ ഒറ്റ വിലയെ പറയുള്ളൂ. ഇത് ഞാൻ പറഞ്ഞ എന്റെ ലോയിക്കാരന്റെ വണ്ടി 20 റുപ്യ ആസ്ക് ചെയ്യുന്നത് 19 റുപ്യക്ക് ഞാൻ വാങ്ങിക്കൊടുക്കും. 17 മോഡൽ 18 രജിസ്ട്രേഷൻ ഉള്ള ഒറിജിനൽ കേരള വണ്ടി. ലോ കിലോമീറ്റർ. ഒന്നിന്റെ ഉള്ളിലേ വണ്ടി ഓടിയിട്ടുള്ളൂ അല്ലേ? നല്ല നീറ്റ് വണ്ടി. ഒരു 4 ഫോർച്യൂണർ കാണിച്ച് നമുക്ക് ഇത് അവസാനിപ്പിക്കാം. നമ്മുടെ 2 ഓട്ടോമാറ്റിക് കൂടി ജസ്റ്റ് കണ്ടില്ല എന്ന് പറയണ്ട. 19 Z ഓട്ടോമാറ്റിക് ആണ് ഇട്ടത്. 19 Z ഓട്ടോമാറ്റിക് വണ്ടി. ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താ പറയുക, കറക്റ്റ് സർവീസ് ആ വണ്ടി. ഒന്നിന്റെ ഉള്ളിലേ വണ്ടി ഓടിയിട്ടുള്ളൂ. ഇതൊക്കെ കോഴിക്കോട് ജില്ലയിൽ രജിസ്ട്രേഷൻ ചെയ്ത വണ്ടിയാണ്. അല്ല, റീവണ്ടി ഇവിടെ കൊണ്ടുപോയിട്ട് ചെക്ക് ചെയ്ത് പൈസ തന്നാ മതി. ഇത് 2019 2.8G രണ്ടാമത്തെ ഓണർഷിപ്പിൽ വരുന്ന 90,000 കിലോമീറ്ററുടെ Z ഓട്ടോമാറ്റിക്. എന്താ വില?
19 ഉറുപ്പിയാണ് നമുക്കൊരു 18.75 കൊടുക്കാം. 19 വണ്ടിക്ക് 19 ചോദിക്കരുത്. സെറ്റ് ഓട്ടോമാറ്റിക് അല്ല, ചിലവർ വന്നാണ്ട് ചോദിച്ചു ബിലോ 1 lakh കിലോമീറ്റർ ഉണ്ടോന്നൊക്കെ ചോദിച്ചു. അപ്പൊ എനിക്ക് കൂടുതൽ ഇംഗ്ലീഷ് അറിയില്ല. അപ്പൊ ഞാൻ ചെറുക്കന്മാരോട് പറയും നിങ്ങൾ അറ്റൻഡ് ചെയ്താലെന്ന് പറയില്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്താ വെച്ചാൽ 18,50,000 രൂപയ്ക്ക്. അതെ, 19 വണ്ടി. 19 വണ്ടിയല്ലേ സെറ്റ് ഓട്ടോമാറ്റിക് അല്ലേ? അപ്പൊ ഒരു 4 ഫോർച്യൂണർ നമുക്ക് എന്ത് ചെയ്യാം, ഇന്നോവയിലേക്ക് നീങ്ങാം. വീഡിയോ ഭയങ്കര ലെങ്ത് ആയി. അത് സാരല്ല, അതൊക്കെ ഇത് പറയുന്നുണ്ടോ ഇങ്ങോട്ടൊക്കെ വീഡിയോന്റെ ലെങ്ത് നോക്കണ്ട. ഇനി കാണാൻ വേണ്ടിട്ട് ചില ആളുകൾ നമ്മളോട് പറയലുണ്ട്, പണ്ട് ഗൾഫിൽ പോയാല് അവിടെ ഒരു കപ്പലേസി ഉണ്ട്. ആ കപ്പലേസിന്റെ ഒച്ച കേട്ടാലേ ഗൾഫ് പ്രവാസികൾക്ക് ഉറക്കം വരുള്ളൂ എന്ന രീതിയിൽ എന്റെ ഒച്ച കേട്ടാണ്ട് ഉറങ്ങുന്ന ഒരുപാട് ആൾക്കാർ കേരളത്തിലുണ്ട്. അത് നോക്കണ്ടേ. അപ്പൊ നമ്മൾ പറയുന്ന സംഗതി വ്യക്തതയിൽ പറഞ്ഞു കൊടുക്കണം. അതിനിപ്പോ 5 മിനിറ്റ് വൈകിയില്ല, എന്താ കുഴപ്പം? ഇൻട്രസ്റ്റ് ഉള്ളവർ താല്പര്യമുള്ളവർ കണ്ടോട്ടെ, അനക്കെന്തെങ്കിലും മുടക്കുണ്ടോ? അത്രേ ഉള്ളൂ. നമ്മൾ കാര്യങ്ങൾ വൃത്തിയിലും വെടുപ്പിലും പറഞ്ഞു കൊടുക്കും. ഇത് പോരാന്നുണ്ട് അഭിപ്രായം. ശരിക്കും 1 മണിക്കൂർ വേണം വീഡിയോ. അപ്പൊ പിന്നെ പൊളിക്കും. അല്ല, വ്യക്തതയിലും അല്ല, ഞാൻ മനസ്സിലാക്കിയതാട്ടോ. നമ്മൾ ഒരുപാട് സംഗതികൾ ആൾക്കാർ പറഞ്ഞു വിടും. നല്ലൊരു ശതമാനം ആൾക്കാരും വണ്ടി പെട്ടെന്ന് നോക്കുന്നു പോകുന്നു, അതാണ് പ്രശ്നം. അതെ അതെ അതെ, നമ്മൾ ഒരു സംഗതി ഒരു വണ്ടിയുടെ A to Z കാണിക്കണം. അപ്പോഴേ ശരിക്കും എന്താവുള്ളൂ, ആളുകൾക്ക് ഇത് മനസ്സിലാവുള്ളൂ. ഇതിപ്പോ ഫോർച്യൂണർ 2012 ആണ്, 2 വീൽ ഓട്ടോമാറ്റിക്. 2 വീൽ ഓട്ടോമാറ്റിക് അല്ലേ? നല്ല നീറ്റാട്ടോ വണ്ടി. നല്ല നീറ്റ്, വൈറ്റ് കളറാണ്, നല്ല നീറ്റ് ഉള്ള വണ്ടി. പിന്നെ കിലോമീറ്റർ ഇതിനകത്തുണ്ട് മോനെ, കറക്റ്റ് കിലോമീറ്റർ ആണ്. അത് ഒരു മഹാനായ വ്യക്തി കൊണ്ടുവരുന്ന വണ്ടിയാണ്. കേരള വണ്ടി അല്ലേ? അല്ലല്ല, റീവണ്ടി. 180. ശരി, എന്താ വില? ഇത് നമ്മൾ 12 ഉറുപ്പിയാണ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ കുറച്ച് 11 സംതിങ്ങിന് എന്തായാലും കൊടുക്കുക. അപ്പൊ ആലോചിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതായത് 12 ഓട്ടോമാറ്റിക് ആണ് കേട്ടോ. അതെ അതെ. ഇനി ഇതാണെങ്കിലോ സിൽവർ? ഇത് 12 4x4 മാനുവൽ. 4x4 മാനുവൽ അല്ലേ? കിലോമീറ്റർ ഇതിനകത്തുള്ള കിലോമീറ്റർ 1,70,77,000 കിലോമീറ്റർ. അതൊന്നും ജെന്യൂൻ ആണെന്ന് നമ്മൾ പറയുന്നത്. 12 വണ്ടിയല്ലേ? അതെ, മോശമൊന്നുമില്ല, വണ്ടി വൃത്തിയുണ്ട്. വണ്ടി 2012 അപേക്ഷിച്ച് നല്ല ക്വാളിറ്റി. ഇപ്പൊ എന്താ വില? എത്ര വില? നമുക്ക് 9.5 ഉറുപ്പിക്ക് കൊടുക്കാം. 9,50,000 രൂപയ്ക്ക് 4x4 മാനുവൽ ടൈപ്പ് 2 ആട്ടോ. 12 അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു സാധനം. ഹെഡ്ലൈറ്റ് കണ്ടമാനം പൈസ ആയിട്ടിയ വണ്ടി. ഹെഡ്ലൈറ്റും ബ്രേക്ക് ലൈറ്റും GR-ന്റെ ഗ്രില്ലും ഫ്രണ്ടും ബാക്കും TR പിന്നെ സ്കേർട്ടും എല്ലാ സാധനവും കൊള്ളാല്ലേ? നല്ല രസമുണ്ടല്ലേ കാണാൻ? അതിപ്പോ ഓരോരുത്തർക്കും ഓരോ കമ്പാസ്. ഞാനിതൊന്നും കൊടുക്കൂല കേട്ടോക്കെ. ഞാനൊരു വണ്ടി എടുക്കുകയാണെങ്കിൽ ആ വന്ന കണ്ടീഷൻ, ആ ഒറിജിനാലിറ്റി, ഞാൻ ഒറിജിനാലിറ്റി ആഗ്രഹിക്കുന്ന ആളാണ്. നമ്മളൊക്കെ എന്താ പറയാ, അത്യാവശ്യം വൃത്തിയാക്കി വണ്ടിന്റെ ഫോർച്യൂണർ ഇങ്ങനെ കണ്ടാണ്ട് ഇങ്ങനെ നിക്കണം. ഏത് വാദം പിടിച്ച പോലെ അല്ലടാ, നമ്മളെ കുതിരപ്പുറത്ത് ഇതിങ്ങനെ കാണുമ്പോ ഫോർച്യൂണറിന്റെ ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ നോക്കുമ്പോ അടിയത്തെ ലീഫ് സെറ്റും കാര്യങ്ങളും മൊത്തത്തിൽ ഇങ്ങനെ കാണണം. ഇത് സ്കേട്ടിംഗ് ഇടുന്നോട് കൂടി ഒന്നും കാണുന്നില്ലല്ലോ. അതേപോലെ ഇതും രസമുണ്ട്. ഓരോരുത്തർക്ക് ഓരോ കമ്പാവ് നോക്കണ്ട. ഇതിപ്പോ എന്തായാലും നമ്മളെ കമ്പത്തിൽ ചെയ്ത് വെച്ചു. 14 വണ്ടി, 2 വീൽ ഓട്ടോമാറ്റിക് വണ്ടി. ശരി, എന്താ വില? ഇത് നമുക്ക് ഒറ്റ വില പറഞ്ഞാൽ മതി. ഇത്രയും ഫിറ്റിംഗ്സ് ഉള്ള വണ്ടി 1.5 ലക്ഷം രൂപന്റെ ഫിറ്റിംഗ്സ്. അത് ഇത് നമുക്ക് 14.5 ഉറുപ്പിക്ക് കൊടുക്കാം. 14 ലക്ഷം രൂപയ്ക്ക് 14 മോഡൽ 14 2 വീൽ ഓട്ടോമാറ്റിക് വണ്ടി. ഈ എപ്പിസോഡ് ലാസ്റ്റ് വണ്ടിയാണ്. അതെ അതെ, സിൽവർ കളർ. സിൽവർ നല്ലൊരു പ്രീമിയം സാധനല്ലേ? അതെ അതെ, കാണുമ്പോൾ നല്ലൊരു വൈബുള്ള കളർ. അത് മാത്രമല്ല, ഇത് എന്താ സാധാ സിൽവറിനെക്കാളും കുറച്ചുകൂടി ഡാർക്ക് ആണ്, പക്ഷെ നല്ലോണം തിളങ്ങുന്നത് കാണാൻ പറ്റൂട്ടോ. അതെ. ഇത് മോഡൽ ഏതാ? ഇത് 2015 4x2 ആണ്. അതായത് ഈ മോഡൽ കൂടിയ വണ്ടി മാനുവൽ വേണമെന്ന് പറഞ്ഞവർക്ക് സിംഗിൾ ലിവർ മാനുവൽ. ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആണ് ഈ വണ്ടി ഓട്ടം കുറവാ. എത്രയാ? 1.30 ഓടിയിട്ടുള്ള ജെന്യൂൻ ആണ്. 15 അല്ലേ? 15 വണ്ടി. കേരള വണ്ടിയാ? അല്ല, റീ വണ്ടി ആണ്. പക്ഷെ നല്ല കളറാട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കളറായത്. ഇത് നമുക്ക് എന്താ വില? ഇത് നമ്മൾ 14.5 ഉറുപ്പിക്ക് ഇതും കൊടുക്കാൻ പറ്റും. 15 4x2 വണ്ടി, അതായത് മാനുവൽ 4x2. അതെ അതെ അതെ. എന്തായാലും മോശമൊന്നുമില്ല, നല്ല ക്ലീൻ വണ്ടികളാണ്. നമുക്ക് അവസാനിപ്പിക്കാൻ എന്തായാലും ആവശ്യക്കാരാണെങ്കിൽ നിങ്ങൾ വന്നോളി. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എല്ലാ രീതിയിലും നമ്മൾ ചെയ്തു തരാം. അത്ര നമുക്ക് ഇതിൽ പറയാൻ കഴിയും. ഒറ്റ കേസ് പറയുന്നുള്ളൂ, നല്ലോണം ചെക്ക് ചെയ്യുക. അത് എല്ലാ വണ്ടി ആരായാലും കൊണ്ട് ഇനിയിപ്പോ ഇങ്ങനെ പറഞ്ഞ് പേടിപ്പിച്ചൊന്നും വേണ്ട. നിങ്ങൾ കൊണ്ടുപോയിട്ട് ചെക്ക് ചെയ്തിട്ട് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ പരിഹരിച്ചു തരും. അല്ല, ഞാൻ എന്താണെന്നറിയോ, ഞാൻ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ അല്ല, കാര്യങ്ങൾ എല്ലാവരോടും ഞാൻ തന്നെ പറയണ്ടല്ലോ. പിന്നെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോത്താമ്പി വരുന്ന പേടിപ്പിച്ചേണ്ട ആവശ്യമൊന്നുമില്ല. എന്റെ അടുത്ത് നിന്ന് വണ്ടി കൊണ്ടുപോകണോല് 1-2 ദിവസം കൊണ്ടുപോയിട്ട് മേജർ എന്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിലും ഞാൻ ഏൽക്കും. ഈ മൈനർ സംഗതിക്കൊന്നും എന്നെ വിളിക്കും ചെയ്യരുത്. കാര്യങ്ങൾ വെട്ടി തുറന്ന് പറയാം. ചില ആളുകൾ പറയാം അത്ര അയക്കാന്നൊക്കെ പറയും. 3 മാസം കഴിഞ്ഞ് ബാറ്ററി പോയ പറയാലൊക്കെ ബാറ്ററി പോയി എന്താ ചെയ്യാൻ അതിനൊന്നും വിളിക്കരുത്. കാര്യങ്ങൾ പറഞ്ഞാൽ എളുപ്പമുണ്ട്. നിങ്ങൾ വണ്ടി കൊണ്ടുപോയിട്ട് 1-2 ദിവസം 2 ദിവസം കൊണ്ടുപോയിട്ട് ചെക്ക് ചെയ്തിട്ട് ഇനി കംപ്ലൈന്റ് ഉണ്ട്, ആ ചീട്ട് വന്നാൽ അതിന്റെ ഇവിടെ ഇഷ്ടം പോലെ എക്സ്പീരിയൻസ് ഞാൻ പറയുമ്പോൾ ഒരു വണ്ടി എടുക്കുക, ഒരു 10-250 കിലോമീറ്റർ കണ്ടിന്യൂസ് അങ്ങ് ഓടിച്ചു. അത്ര തന്നെ ഉള്ളൂ. വണ്ടിന്റെ അവസ്ഥ എന്താണ്? അത്രേ ഉള്ളൂ. എന്ത് പണിയാണെങ്കിലും നമ്മൾ ചെയ്ത് കൊടുക്കും. അത്രേ ഉള്ളൂ. അപ്പൊ എന്താ ഇഷ്ടം പോലെ വണ്ടികൾ കിടപ്പുണ്ട്. പിന്നെ ഇവിടുത്തെ അടുത്തൊരു വീഡിയോ വരുന്നുണ്ട് കേട്ടോ. അടുത്തൊരു വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇതാ ഇവിടെ നിരത്തിയിട്ടുള്ള ഇന്നോവകൾ. അതായത് നിങ്ങൾക്ക് വളരെ ചെറിയ പൈസക്കുള്ള കുറേ വണ്ടികൾ കിടക്കേണ്ടത് അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം അല്ലേ? അതെ അതെ അതെ. അപ്പോൾ എന്തായാലും കുറേ സമയം കൊണ്ട് നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന പോലെ തന്നെ ടൊയോട്ടയുടെ വണ്ടി വേണ്ടവർ വരിക അല്ലേ? വരിക, വന്ന് നോക്കുക, എടുക്കുക, ഇഷ്ടപ്പെട്ടാൽ കൊണ്ടുപോകുക. അത്രേ ഉള്ളൂ. മാക്സിമം വില കുറച്ച് നല്ല വണ്ടിയെ തരുള്ളൂ, അത് ഗ്യാരണ്ടിയാണ്. അപ്പോൾ എന്തായാലും ഒരുപാട് സമയം ആയതുകൊണ്ട് തന്നെ നമുക്ക് വേഗം വേണ്ടി. അതെ അതെ അതെ, അത് നല്ലത്.
അപ്പൊ എല്ലാവരും പുറത്തുള്ള സുഹൃത്തുക്കൾ എല്ലാവരും സേഫ് ആയിരിക്കുക അല്ലെ ഈ ഒരു സാഹചര്യം കടന്നു പോകുന്നവരെ ഒക്കെ പടച്ചോന്ന് പറഞ്ഞ ആള് മുകളിലുണ്ടല്ലോ കണക്കൂട്ടലുണ്ട് ഇതിലൊക്കെ നമ്മൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല അങ്ങനെ ഉണ്ടല്ലോ ഞാൻ ഈ സമയത്ത് ഇന്ന് ഇവിടെ കൂടണമെന്ന് പടച്ചോന്റെ കണക്ക് കൂട്ടലാണ് അത് ഏത് ജാതിയാലും അതായാലും എല്ലാവർക്കും ഒരു വിശ്വാസങ്ങൾ ഉണ്ടല്ലോ അപ്പൊ ഒക്കെ റെഡിയാവും ഇതൊക്കെ എല്ലാ സംഗതികളിലും പറഞ്ഞ സംഗതികളാണ് ഇപ്പൊ ഈ പറഞ്ഞ് നടന്നുകൊണ്ടിരിക്കുന്നത് ഖുർആനാവട്ടെ ബൈബിൾ ആവട്ടെ ഭഗവത്ഗീത ആട്ടെ ഇതിലൊക്കെ പറഞ്ഞ രാമായണത്തിലൊക്കെ പറഞ്ഞ സംഗതികൾ അതായത് ഈ ലോകം ഉണ്ടായിട്ട് ലോകം അവസാനിക്കുന്നത് വരെയുള്ള എല്ലാ ചരിത്ര സംഭവം പിന്നെ വിപുലമായ എല്ലാ സംഭവങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട് ഇതിലൊക്കെ പ്രതിപാദിച്ചിട്ടുണ്ട് ആ സംഗതി നടന്നുകൊണ്ടിരിക്കുകയാണ് അത്രേ ഉള്ളൂ. അപ്പോ ഒറ്റ കാര്യം പറയാനുള്ളൂ പിന്നെ നല്ല വണ്ടികളൊക്കെ നോക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് വരിക വന്ന് നോക്കുക ഇപ്പൊ പറഞ്ഞ പോലെ കുറയ്ക്കാനുള്ള മാക്സിമം കുറച്ച് തരും നിങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും ഒരു വണ്ടി എടുത്തോണ്ട് പോകാൻ വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കും അല്ലേ അപ്പൊ എന്തായാലും ലൊക്കേഷൻ പറഞ്ഞില്ലേ ആദ്യം പറഞ്ഞു പറഞ്ഞു ലൊക്കേഷൻ പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ വെള്ളോമ്പറത്ത് മോങ്ങത്തിന്റെ സെന്ററിൽ വെള്ളോമ്പറം തന്നെ പറയാം നിയർ ഡെലീസിയ ഹോട്ടലിന്റെ അടുത്ത് നിയർ നൂർ മോട്ടോഴ്സ് അങ്ങനെ തന്നെ പറഞ്ഞാൽ മതി. അതാണ് അപ്പൊ എന്തായാലും അടുത്തൊരു കിടിലം വീഡിയോ ആയിട്ട് കാണാം. അടുത്ത വീഡിയോ മിസ് ചെയ്യരുത്. ഇഷ്ടം പോലെ ഇന്നോവ വില കുറഞ്ഞ് കാണിക്കും. നമ്മൾ വീണ്ടും ഒറ്റ വർത്താനം പറയുന്നുണ്ട്. പല ആളുകളും കമന്റ് വിടലുണ്ട് ഫോം വിളിച്ചെടുക്കണില്ല ഈ ആ സമയമാകുമ്പോൾ അവിടുത്തെ ആൾക്കാർക്ക് അറിയില്ലല്ലോ. UK-ക്കാർക്കും ഇറ്റലിക്കാർക്കും ലണ്ടനിലേക്കും ഇവിടുത്തെ ടൈം ഓർമ്മയിലുണ്ടാവില്ല. ഓലാണ് വിളിച്ചു രാത്രി 10 മണിക്കും 11 മണിക്കും വാട്സാപ്പിൽ ഒരു മെസ്സേജ് ഇട്ടാൽ കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും. ഓക്കെ അപ്പൊ എന്തായാലും അടുത്തൊരു കിടിലം വീഡിയോ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.